അതായത് ഹസ്ബൻഡ് ബന്ധുക്കള് എല്ലാ ആൾക്കാരും ആ ഈ 41 ചടങ്ങുണ്ട്. ഞാൻ ആ പ്രോഗ്രാമിൽ എക്സ്പീരിയൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഒരാൾ കരഞ്ഞു. ഞാൻ പറഞ്ഞത് വേസാർ ഒന്ന് എന്റെ തോളിൽ തട്ട്, നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ ഈ പറഞ്ഞത് ശരിയാണല്ലോ. അങ്ങനെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം? അപേക്ഷ കൊടുക്കണം. എത്ര കാലം കൊടുക്കണം? 3 വർഷം. വെള്ളം ചേർക്കാതെ ചെയ്യണം. ചെയ്താൽ യു വിൽ ബിക്കം എ ഡയമണ്ട്. ഒരു സംശയം വേണ്ട, നിങ്ങളെ കണക്ക് കംപ്ലീറ്റ് മാറ്റും. അതിനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു കയ്യിലേക്ക് നോക്കും. നമ്മുടെ ഒരു ഓക്സിമറായുടെ വില എത്രയാണ്? ഇത് ഞാൻ പറയുന്ന അനയുടെ കാര്യമാണ്. അനയ്ക്ക് 2 ഓക്സിമറായി 2 പേർക്ക് വിൽക്കാൻ ഒരാൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ അറിയാവുന്ന കൂടെ വരും, ഹെൽപ്പിന് കൂടെ വരും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അയാൾക്ക് പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. കാര്യം ഒരു വീട്ടിൽ കയറി 4 മണി ഒരാളെങ്കിലും മരുന്ന് കഴിക്കാറുണ്ടോയില്ലേ? ഉണ്ട്. അപ്പൊ ആ പ്രോഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള 2 ആൾക്കാർക്ക് നമ്മൾ 2 ഓക്സിമറായി കൊടുക്കാൻ എത്ര ദിവസം വേണം, അല്ലെങ്കിൽ എത്ര സമയം വേണം? 2 ദിവസം. ഞാൻ മണിക്കൂർ പറയണമെന്നില്ല, അറിയില്ല. 2 ഓക്സിമറായി കൂടുതൽ സഹായിക്കുന്നത് 2 പേർക്ക് കൊടുക്കും. എത്ര സമയം? അര ദിവസം. കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് 1 ദിവസം കൊടുത്തില്ലേ? 1 ദിവസം കൊണ്ട് കൊടുത്താൽ ഒരു ഓക്സിമറായ പി എത്രയാണ്? ഞാൻ മറ്റേ കൈക്കിലേ കൂടുതൽ 10 PV സാധാരണ മാച്ച് നമ്മൾ പറയുന്നത് 10 PV മാച്ച് എത്രയാണ് പറയുന്നത്? 1 PV മാച്ച് എത്ര കിട്ടും? 30 രൂപ കിട്ടും. അങ്ങനെ 10 PV മാച്ച് എത്ര കിട്ടും? 300 രൂപ. 2 പേർ കൊടുത്തില്ലേ? 2 പേർ കൊടുത്തില്ലേ? 2 പേർ കൊടുത്തപ്പോൾ 300 രൂപ കിട്ടും. ഇനി ഈ അരക തന്നെ വീടിന്റെ 2 പേർ കൂടെ 2 കൊടുക്കും. ഇവിടെ അവിടെ 2 പേർക്ക്, ഇവിടെ 2 പേർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 1-ാമത്തെ ദിവസമാണെങ്കിൽ ഇത് 2-ാമത്തെ ദിവസം. ഇവിടെ 10 PV, ഇവിടെ 10 PV. അപ്പൊ എത്രയായി? ഇവിടെ 10 PV, ഇവിടെ എത്രയായി? അപ്പൊ എത്ര കിട്ടും? 20 PV മാച്ച് എത്ര കിട്ടും? 600 രൂപ കിട്ടൂലേ? അടുത്ത ദിവസം 3-ാമത്തെ ദിവസം ഇവിടെ 40 PV ആയി 40 PV, അതായത് ഇരട്ടി. അങ്ങനെ 40 PV മാച്ച് എത്ര കിട്ടും? 1200 രൂപ കിട്ടൂലേ? ഇനി 40 കഴിഞ്ഞാൽ 80 PV മാച്ച് എത്ര കിട്ടും? 2500. അങ്ങനെയാണെങ്കിൽ 2 കഴിഞ്ഞാൽ 160 PV മാച്ച് എത്ര കിട്ടും? 160 PV മാച്ച് എത്ര കിട്ടും? 4800. ഇത് തെറ്റിപ്പോയി പഠിക്കാം. അത് കഴിഞ്ഞാൽ 320 PV മാച്ചായ എത്ര കിട്ടും? ഇതിന്റെ ഡബിൾ പറഞ്ഞാൽ പോലെ 9200 അല്ലേ? ശരിയല്ലേ? ഇനി അടുത്ത 640 PV മാച്ചാണ്. 9600 PV മാച്ച് എത്ര കിട്ടും? 19,200. ഇനി 1280 PV 1280 38,400. പള്ളിയിൽ പോയി പറഞ്ഞാൽ നമ്മുടെ കമ്പനി എത്ര വരെ കൊടുക്കും? പിന്നെ 38,400. അപ്പൊ എത്ര കിട്ടുള്ളൂ? 30,000 കിട്ടും. ഇതുവരെ കിട്ടാൻ നമ്മൾ എന്തിനാണ് കഷ്ടം? ശീലിക്കല്ലേ? 30,000 വരെ കിട്ടുള്ളൂ. ഇതിൽ എത്ര ദിവസം എടുത്തു? 1, 2, 3, 4, 5, 6, 7, 8-ാമത്തെ ദിവസത്തിൽ നമ്മൾ ഈ സ്റ്റേജിൽ എത്തുമോ? ഈ സ്റ്റേജിൽ 8 ദിവസം കൊണ്ട് എത്തുമോ? പറയുമ്പോൾ എടുക്കോട്ടല്ലേ? 8 ദിവസം കൊണ്ട് എത്തില്ല. 8 മാസം കൊണ്ട് എത്താൻ പറ്റുമോ? 1 വർഷം കൊണ്ട് എത്താൻ പറ്റുമോ? 2 വർഷം കൊണ്ട് എത്താൻ പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ തരാം. 2 വർഷം കൊണ്ട് ഈ സ്റ്റേജിൽ നമുക്ക്. അതായത് 1280 PV, 1280 PV നമുക്ക് 1000 PV മതി.
ആ ലെവലിൽ എത്താൻ പറ്റും. 2 വർഷത്തിന് സമയം എത്താൻ പറ്റില്ലേ? എത്താൻ പറ്റും. അങ്ങനെ 2 വർഷം കൊണ്ട് ഒരു ദിവസം 30,000 ലെവലിൽ ഞാൻ മാറ്റി. ഒരു ദിവസം 30,000 ലെവലിൽ നിങ്ങൾ 2 വർഷം കൊണ്ട് എത്തിയാൽ ഒരു ദിവസം 30,000. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു വർഷം, അതായത് 2ാമത്തെ വർഷം മുതൽ 3ാമത്തെ വർഷം 12 മാസം, ഒരു ദിവസം 30,000 ആണെങ്കിൽ ഒരു മാസത്തിലേക്ക് 9 ലക്ഷം അല്ലേ? 9 ലക്ഷം ഗുണം 12 മാസമാണ് എത്ര കിട്ടും? 1,08,00,000 കിട്ടും. അത് എപ്പോൾ പറഞ്ഞ് മനസ്സിലായി? 3 വർഷത്തിൽ ആത്മഹത്യ പണിയുന്ന നിങ്ങളുടെ വരുമാനം ഏതാ അവിടെ കിട്ടും? ഒരു മാസം 9 ലക്ഷം രൂപ, ഒരു വർഷം 1,08,00,000 രൂപ. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മനസ്സിലായോ? അപ്പം ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് 64 ലക്ഷം ഉണ്ട്. 64 ലക്ഷം രൂപ തീർക്കാൻ 4 വർഷം ചോദിച്ചത്. ഇപ്പം എത്ര വർഷമായി? 2 വർഷം നമ്മൾ ആദ്യം പണിയുന്നു. 3ാമത്തെ വർഷം ഒരു 4, അതായത് 2ാമത്തെ വർഷം ഒരു 3ാമത്തെ വർഷത്തെ 12 മാസം. ഈ 64 ഇരട്ടിയായ, അല്ലെങ്കിൽ 64 ഇരട്ടിയിലേക്ക് അടുപ്പിച്ചായ തീരൂലേ? നമ്മൾ എന്ത് വലിയ പ്രശ്നങ്ങളും തീരുവോ ഇല്ലേ? തീരാൻ ഒറ്റ മാർഗ്ഗമുള്ള അതിന്റെ പേരാണ് അവക്സിയ രോഗം. ഒറ്റ മാർഗ്ഗമുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം. അതായത് നമ്മുടെ എന്ത് പ്രയോജനം ആദ്യം അവക്സി കൊടുക്കും. നിങ്ങൾ വിശ്വസിക്കും, ഞാൻ രാവിലെ 3 മണിക്ക് ഉറക്കണിക്കാം. 3 മണിക്ക് ഉറക്കണിച്ച് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് അയൺ ചെയ്യണമായിരുന്നു. ചെയ്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം 4:30 ഞാൻ വന്നു. 5:20 ട്രെയിൻ വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് അവിടെ വരാൻ വേണ്ടി ആഹാരത്തിൻ്റെ ഇടയ്ക്ക് 2 കട്ടൻ കാപ്പി വൈകിട്ട് കഴിച്ചു. ഇതിനിടയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുവരെ ഞാൻ കഴിച്ചു. എൻ്റെ പ്രയോറിറ്റി അവസ്ഥയാണ്. ഇത് വളരെ പറ്റും. വെറുതെ അവിടെ 2 മക്കൾ സത്യമായിട്ട് ഇതുവരെ ഒന്ന് വെച്ചു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ 1 ലേറ്റായി പോയി, 2 ബ്ലോക്ക്. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി കഴിയുന്ന സമയം ഇപ്പം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള സമയം ഈ വളരെ കുറച്ചേ ഉള്ളൂ. ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ആഹാരം കഴിക്കാൻ ഒരു 10 മിനിറ്റ് പോയാൽ ആർക്ക് നഷ്ടം? നിങ്ങൾക്കല്ല, എനിക്കും കൂടെ നഷ്ടം. ശരിയല്ലേ? അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ബിസിനസ്. ഇതിനെ നമ്മൾ നെഞ്ചിലേക്കും എങ്കിൽ നിങ്ങളുടെ കൂടെ പൈസ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്തുണ്ടോ അത് ചെയ്യും. അപ്പം എന്തിനാണ് അവർ ചെയ്യുന്ന കാര്യം മനസ്സിലായത്? എത്ര വലിയ കടമുണ്ടെങ്കിലും അതിൽ പുട്ട് ഉറപ്പില്ല. അത്ര സാധ്യതയാണ് കിടക്കുന്നത്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഇതൊന്നും പഠിച്ചാൽ മതി. നമ്മളെല്ലാം ശരിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പട്ടം ഒരു കംഫർട്ട് സോൺ നമ്മൾ നമുക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് സുഖിച്ചിരിക്കുകയാണ്. ശരിയല്ലേ? ഈ കംഫർട്ട് സോൺ പൊട്ടിച്ചൊന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. മാറ്റം വേദന ഉണ്ടാക്കും. ശരിയല്ലേ? പക്ഷെ ഈ വേദന ഉണ്ടാക്കുന്ന സംഭവം കൊണ്ട് നമ്മൾ പോകില്ല. നിങ്ങൾ വേദനപ്പെടാൻ തയ്യാറാണ്. ശരിയല്ല സാർ? ഞാൻ നമ്മളെല്ലാം കംഫർട്ട് സോൺ ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷെ എല്ലാം ഉള്ളതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒക്കെ ഇരിക്കണം. ഒന്നുമല്ല. ഈ കംഫർട്ട് സോൺ നിങ്ങൾ പൊട്ടിച്ചു വെളിയിൽ ചാടിയാൽ നിങ്ങൾക്ക് സ്വല്പം വേദന ഉണ്ടാവും. ആ വേദന ചുരുങ്ങിയ കാലം ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ തലമുറയ്ക്ക് സൂചിക്കാനുള്ള സാധ്യത ഉണ്ടാവും. നിങ്ങൾ ഒരു സ്ത്രീകളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കുട്ടി ജനിക്കുമ്പോൾ ചിരിച്ചോടി ജനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കുഞ്ഞ് ജനിക്കുമല്ലോ, അമ്മമാരെ പ്രസവിക്കുമല്ലോ. ആ പ്രസവിക്കുന്ന കുഞ്ഞ് ചിരിച്ചോണ്ട് പ്രലോഭനങ്ങളുണ്ട്. അതെന്തുകൊണ്ടോ അവിടെ കരഞ്ഞുകൊണ്ടേ കുട്ടി ജനിക്കും. ശരിയാണോ അല്ലേ? ശരിയല്ലേ? എന്താണ് ആ കുട്ടി കരയാൻ കാരണം? ഇതാണ് ആ കുട്ടി ഒരു കംഫർട്ട് സോണിലായിരുന്നു. അമ്മയുടെ ഉദരത്തിനകത്ത് വളരെ സേഫായിട്ട് സ്വന്തമായിട്ട് ശ്വസിക്കണം, സ്വന്തമായിട്ട് ആഹാരം കഴിക്കണം, ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ പുറത്തോട്ട് കണ്ടപ്പോൾ എന്ത് ചെയ്യണം? ശ്വസിക്കണം സ്വന്തമായിട്ട്. പാടല്ലേ? അത് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഇനി അമ്മ പാൽ കൊടുത്താൽ കുടിക്കണ്ടേ? ഇതൊക്കെ നേരത്തെ എവിടെയായിരുന്നു? നല്ലൊരു കംഫർട്ട് സോണിനകത്തായിരുന്നു. ഇത് പുറലോകം കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് കരഞ്ഞു. ഇതേപോലെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ സ്വല്പം വേദനപ്പെടും. വേദനയില്ലാത്ത ഒരാളും വേദനപ്പെടാത്ത ഒരാളും ഇതുവരെ നല്ലത് അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാം, ബേബി സാറിന് എല്ലാ ദിവസവും 30,000. ഇയാളൊരു ഭാഗ്യമേ ഇല്ലേ? അങ്ങനെ നമ്മൾ പറയില്ലേ? ഇതിനൊരു മറുവശമുണ്ട്. ഈ ഭാഗ്യത്തിന്റെ മറുവശമാണ്. ആ ഭാഗ്യത്തിലെത്താൻ വേണ്ടി ചെലവാക്കിയത് 1-2 കൊല്ലമല്ല, 24 വർഷമാണ്. മനസ്സിലായോ? ഇന്ന് രാവിലെ വെച്ചിട്ട് നമ്മളൊരു വാഴ നട്ടാൽ അതിന് കൊല വെട്ടണമെങ്കിൽ പിറ്റേ ദിവസം വെട്ടാൻ പറ്റുമോ? അതിന് വളവും വെള്ളവും എല്ലാം കൊടുത്ത് വളർത്തിയെടുക്കണ്ടേ? ശരിയല്ലേ? ഇതുപോലെ അത്രയും സ്ഥാനം ആ ഒരു കൊല വെട്ടിയെടുക്കാനുള്ള സമയം 24 വർഷം. ഞാൻ കൊടുത്തത് 17 വർഷം. 19 വർഷം 17 വർഷം എനിക്ക് ഡയമണ്ട് ആവരുത്.
അപ്പൊ നമുക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനൊന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചോടെ ചേർത്തെടുത്താൽ നമ്മുടെ സർവത്ര പ്രശ്നങ്ങൾക്കും പരിഹാരം. ജീവിതത്തിൽ ഇനി ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും. ആ രീതിയിലോട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രമത്തിൽ നിന്ന് കയറിയാൽ ചാടിയൊക്കെ ഓടിക്കാറില്ല, തലയിൽ കുത്താണ്. ഏറ്റവും ഉയർത്തി പാടാം. ആ ഉയർത്തി എത്തിയാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനേക്കാൾ പാടാം. ഉയരം കൂടുന്നതോറും വീഴ്ചയുടെ ആഘാതം കൂടും. ശരിയല്ല സാർ? നമ്മൾ വീഴ്ചയിൽ കൈകാലും ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം, ഈ നെറ്റ്വർക്കിന്റെ ഒരു സ്കോപ്പ് നിങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം, ഇതൊരു കുളമാണ് ചെയ്യുന്നത്. ഇതിന്റെ കുളത്തിന്റെ പകുതിയിൽ ഞാൻ ഇന്നൊരു പായൽ, ചെറിയ പായൽ ഓടിട്ടു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് 2 പായലായി. അതിന്റെ അടുത്ത ദിവസം നോക്കിയപ്പോൾ അത് 4 പായലായി. അതിന്റെ അടുത്ത ദിവസം ചെന്ന് നോക്കിയപ്പോൾ അത് 8 ആയി. അങ്ങനെ ഒരു 37 ദിവസം കൊണ്ട് ഇത് കുളത്തിന്റെ പകുതി ഫുൾ ഫില്ലായി. അപ്പൊ ഈ എത്ര ദിവസം കൂടെ എടുത്താൽ ഈ കുളം ഫുൾ ഫില്ലായി? അതെ, ജോലികളുണ്ട്. ഒരു ദിവസം 37 ദിവസം എടുത്തത് ഫില്ലാണ്. ഇനി എത്ര ദിവസം വേണം ഫുൾ ഫില്ലാണ്? ഒരു ദിവസം. കാര്യം ഇതിന്റെ ഇരട്ടിയാവില്ല. ഒറ്റ ദിവസം പോരെ. ഇതാണ് നെറ്റ്വർക്കിന്റെ സാധ്യത. നെറ്റ്വർക്കിന്റെ സാധ്യത അതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ജോലിക്ക് പോകുമ്പോൾ ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ പോകാൻ സന്നദ്ധതയോടെ എത്തുന്നത് പ്രായം അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാഡത്തിന് ഞാനൊരു ഓപ്ഷൻ ശമ്പളം കിട്ടുന്നത് ഞാനാണ്. എൻ്റെ സ്ഥാപനത്തിലാണ് മാഡം ജോലി ചെയ്തത്. ആ ജോലി സ്ഥാപനത്തിൽ മാഡം എൻ്റെ ജോലിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഈ ഇന്റർവ്യൂ പാസ്സായി ജോലി തരാം, പക്ഷെ ശമ്പളം തരുന്നത് 2 രീതി തരും. ഒന്ന്, ഒരു മാസം 30,000. ഇപ്പൊ ഡെയിലി എത്ര രൂപ? ഒരു മാസം 30,000 രൂപ. എത്ര രൂപ ഡെയിലി? 1000. രണ്ടാമതൊരു ഓപ്ഷൻ ഞാൻ തന്നു, ഇന്ന് ഒരു നാളെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പൈസ വാങ്ങി എൻ്റെ അടുത്ത് വരണം. അപ്പം ഞാൻ 2 രൂപ. അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് പൈസ വാങ്ങി എൻ്റെ അടുത്ത് വരണം, ഞാൻ 4 രൂപ. അടുത്ത ദിവസം ഞാൻ അത് 8 രൂപ. അടുത്ത ദിവസം അങ്ങനെ മതിയോ? 30,000 രൂപ. ഏത് മതി? 30,000 വേണ്ട, മറ്റേത് മതി. അത് വേണം. അതിന്റെ കാര്യം മേഡം 2, 4, 6, 2, 4, 8, 16, 32 അങ്ങനെ കുട്ടികൾ എത്ര വരും? 30,000 വരും. കമ്പൗണ്ട് ആയിക്കൊണ്ടിരിക്കുക. കൂടും. അല്ല, മറ്റേ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. കമ്പൗണ്ട് ഡബിൾ ചെയ്തു. എത്ര വരെ വരുന്നത്? 30,000 മേളിൽ വരും. 30,000 മേളിൽ വരും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇന്ന് ഞാൻ 1-ാം തീയതിയാണ്. ഇന്ന് രാവിലെ എൻ്റെ ജോലിക്ക് വന്നു. ഞാൻ വൈകുന്നേരം പോകുമ്പോഴത്തേക്കും എൻ്റെ ഓഫീസിലവിടെ വന്നപ്പോൾ ഞാൻ കാശ് തന്നു. ഒരു അനേക വാങ്ങിയിട്ട് പോയി. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു നോക്കി എൻ്റെ ഓഫീസിൽ കുറിച്ച് വന്നു. ഞാൻ 2 രൂപ. എല്ലാം ഡബിളാണ്. അടുത്ത 3-ാം ദിവസം നോക്കുമ്പോൾ 4 രൂപ. 4-ാം ദിവസം 8 രൂപ. പിന്നെ 16 ആയി, 32 ആയി, 64 ആയി, 128 ആയി. അങ്ങനെ കാര്യം അത് 30 ദിവസം കഴിഞ്ഞ് 30,000 ആവും. ആവും മേഡം? ആവും സാറേ. എത്രയാവും? കൂടി 30 ദിവസം ആകുമ്പോൾ എത്രയാവില്ലേ? എനിക്ക് ആ ഫിഗർ ഓർമ്മ എഴുതുന്നു. 53, 68, 70, 912. ഇത് എത്രയാണെന്ന് വായിച്ചു. ഇത്ര എമൗണ്ട് 30-ാം ദിവസം. മനസ്സിലായ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് 2, 4, 8, 14 30 പ്രാവശ്യം കുട്ടി വന്നത് ഈ വേറെ ഫോൺ എടുത്തു. 51 കോടി. 51 കോടി. കാര്യം 53 കോടിയാണ്. ഇതാണ് 30-ാം ദിവസം കിട്ടാനുള്ള വരുമാനം. ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് അന്വേഷിക്കുന്നത്. ഇതിന്റെ ചാൻസ് ഇത്തിരി മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ജോലി അന്വേഷിക്കുന്നത്. മനസ്സിലായ? നെറ്റ്വർക്കിന്റെ ഡ്യൂപ്ലിക്കേഷൻ പവർ എന്താണ്? നിങ്ങൾ വിചാരിച്ചത് ഇപ്പം 30,000 40,000 രൂപ എത്തില്ലേ? ഇത് നമുക്കറിയില്ല. നമുക്കറിയാൻ എന്തെല്ലാം സോഴ്സ് ഉണ്ട്. പ്രോഗ്രാമിന് കൃത്യമായിട്ട് പോകണം, ട്രെയിനിങ്ങിന് കൃത്യമായിട്ട് എത്തണം. അങ്ങനെ എത്തിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലീഡേഴ്സിന് കിട്ടും. ക്ലിയർ ആയ? അപ്പൊ ഏതാണ് ചാൻസ് ഉള്ളത്? ഡ്യൂപ്ലിക്കേഷൻ പവർ ഭയങ്കരമാണ്. ഡെയിലി കിട്ടുന്ന ശമ്പളമാണ്. നമ്മളെല്ലാവരും ഡെയിലി കിട്ടുന്ന അന്നൊന്നും കിട്ടുന്ന കാര്യം വേണ്ടിയാണ് ഇപ്പോഴും ഓടുന്നത്. എന്തെങ്കിലും ഒന്ന് നശിച്ചാലേ വേറെ ഒന്നുണ്ടാവും. ഫുള്ള് നമ്മൾ നശിക്കാനല്ല വേണ്ടത്. കുറച്ച് കാര്യം അത് നിർത്തിയിട്ട് കുറച്ച് കാര്യം കൂടി ഇതിലോട്ടാക്കിയാൽ അപക്ഷലോട്ടാക്കിയാൽ കുറച്ച് കൂടുതൽ വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത അറിയുന്നുണ്ടോ? ഇതുവരെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ തെറ്റായിട്ട് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവാതെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായിട്ടുണ്ട്.
ഇതുവരെ ഞങ്ങൾ പഠിച്ചിരുന്ന ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞില്ലേ ഒരു 10 PV മർത്തി ചെയ്ത് കൊണ്ടുവന്നത്. ആ. ഞങ്ങള് ഈ പ്രഹ്ലാദ് സാർ പഠിപ്പിച്ചിട്ടൊന്നും ഞങ്ങള് അങ്ങനെ കേട്ടില്ല. അങ്ങനെ ഒരു ഇത് സാറ് വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ കമ്പനിയുടെ ബ്രോഷർ എടുത്തോ? എനിക്ക് ഡൗട്ടുണ്ട്. സാറ് പറഞ്ഞ ഈ പോയിന്റ് ആരെയുണ്ട് ബ്രോഷർ? ഒരു ബ്രോഷർ എടുക്കാൻ ആരെയുണ്ട്? പോലും നമുക്ക് ഈ 30 ദിവസത്തേക്ക് ഒരു വണ്ടി എത്തും. അതാണ് അല്ല, അങ്ങനെ ചെയ്ത് പോയാലും കിട്ടും സാർ, കിട്ടും. നമ്മൾ ആ ഒരു സ്റ്റേജ്, പക്ഷേ ഇത് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യണം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് 2, 4, 5 പറഞ്ഞു പോയത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൂടെ വരുന്നവർ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്താൽ 38ാമത്തെ ലെവലിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് എല്ലാവരും ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ 1000 ചില്ലാൻ പി വരും. അതിന് 1000 പി മാച്ച് അതിന് 30,000 എത്തും. ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിൽ എത്താൻ 2 വർഷത്തിന് സമയം എടുത്തു. നമ്മൾ ടീമൊക്കെ ഒന്ന് സെറ്റായി ആ എല്ലാ ദിവസവും 1000 പി നടക്കുന്ന ഒരാളുടെ സമയം 2 വർഷം എടുത്തു. അതിനുശേഷം കിട്ടുന്ന സമയമാണ് ഞാൻ പറഞ്ഞ 1,08,00,000 രൂപ. അപ്പൊ അതുവരെ കിട്ടുന്ന കാശല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മുടെ ബിസിനസ് പ്ലാൻ പറയുന്ന ബ്രോഷറാണ്. സാർ, എനിക്കൊരു സംശയം. പറയൂ. നമ്മള് ഇപ്പൊ ഒരു ആളെ ഞാൻ ചേർന്നു 30,000 ചേർന്നു. അപ്പൊ ഞാൻ 2 പേരെ 30,000 വീതം ചേർക്കണം. അപ്പൊ ഈ 30,000 ചേർക്കണോ അതെ 5,000 ചേർക്കണോ? അതിൽ ഏതാണ് ബെനിഫിറ്റ്? എന്താണ്? ഇതെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് അതെല്ലാം ഞാൻ ഉച്ചയ്ക്ക് ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ബ്രോഷറുണ്ട്. എത്ര പേര് ഈ ബ്രോഷർ വായിച്ചിട്ടുണ്ട്? കിട്ടിയാലോ വായിക്കാൻ പറ്റും. എനിക്ക് ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് കിട്ടിയിട്ടില്ല സാറേ, കിട്ടിയിട്ടില്ല സാർ വായിച്ചു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല. അത് വാങ്ങി ഇത് വായിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഒന്നാമത്തെ വരുന്നത് ഏതാണ്? ഡെയിലി മാച്ചിങ് ബോണസ്. അപ്പൊ അതിന് കണ്ടീഷൻ ഉണ്ട്. മെയിൻ ടീം 20 PV, അതർ ടീം 10 PV. എത്ര കിട്ടും? മെയിൻ ടീം 10 PV, അതർ ടീം 20 PV. എത്ര കിട്ടും? ഇതാണ് ഫസ്റ്റ് ബോണസ്. അപ്പൊ കമ്പനി പറഞ്ഞതെന്ന് പറയാൻ പറ്റും? നിങ്ങൾ അറിയാത്തത് കമ്പനിയുടെ കുഴപ്പമാണ്. തരാതെന്താ നോട്ടീസ്? എന്താ സാറേ ഈ പ്രൊഫഷൻ തരാതെന്താ? ഇത് തരാത്ത നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നതാണോ അവിടെ ചോദിക്കും? അവര് തരണ്ടല്ലേ? അങ്ങനെ തരുന്നില്ല. ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ സാധനം ഉള്ളത്, ഞങ്ങൾക്ക് അറിയില്ലോ. ഈ സാധനം അറിയില്ല. സാധനം കമ്പനി മീറ്റിംഗിൽ പറയേണ്ടി തരണ്ടേ? മീറ്റിംഗ് വരും പോയി കാണിച്ചു തന്നു തരുകയും ചെയ്യണ്ടേ? അതല്ല ഉത്തരവാദിത്വം. അത് സാർ അത് നടന്നിട്ടില്ല ഇപ്പൊ. സാറിന് ബിസിനസ് കൊണ്ടുവരാൻ ആരായാലും ആൾക്ക് സാർ ചോദിച്ചാൽ മതി. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടു, എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. സാറേ ഞാനെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് സാറേ, സാറ് ഇതിനകത്ത് നമ്മൾ ആരെയും കുറ്റപ്രായം ഒന്നും അല്ല വന്നത്. ഒരു പക്ഷേ സാറിന്റെ ബിസിനസ് കൊണ്ടുവന്ന ആൾ സാർ പറയുന്നു ഞാൻ ഈ ഓപ്ഷൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ കൊണ്ടുവന്ന ആൾ കണ്ടിട്ടില്ല സാർ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും ഇത് ഉണ്ടെന്ന് അറിയാമല്ലോ. സാർ ചോദിക്കണം ഇതോടൊപ്പം ഓപ്ഷൻ എനിക്ക് വേണം, എനിക്കെങ്കിലും ഒരെണ്ണം വേണം. കാരണം വെച്ചാൽ എനിക്ക് ഫീൽഡിൽ കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പൊ ക്ലിയർ ആയത് 10 PV, 20 PV, 20 കൊടുത്തേക്കാം. സാറേ അപ്പൊ ഒരു സാർ ഒരു കാര്യം സാറേ വെള്ളം സാറേ ഇത്രയും ആൾക്കാർ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്പർ. സാറേ എല്ലാ വ്യാഴാഴ്ചയും 1-ാം മൈലിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഈ മീറ്റിംഗിൽ പറഞ്ഞുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കുറക്കേണ്ടതല്ലേ? സ്റ്റാറിന്റെ ടൂൾ കിറ്റ് കിട്ടില്ല. ഈ ബാഗാണ് കിട്ടുന്നത്. ആ ബാഗിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ അത് കണ്ടാൽ അറിയില്ല, അത് വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ലാപ്ടോപ്പ് ബാഗാണ്. മനസ്സിലായി? നേരത്തെ എടുത്തൊരു ബിസിനസ് കിട്ടുന്നത് ഒരു ഫയലും അതിനകത്ത് ആപ്ലിക്കേഷൻ സാധനം തന്നുകൊണ്ടത് ഇതാ ബാഗോട് കൂടി നമ്മൾ വന്നെ ബാഗിനകത്ത് ഒന്നും വരില്ല. ബാഗ് നേരത്തെ നമ്മുടെ ബിസിനസ് കിറ്റിനകത്ത് സാധാരണ ബ്രോഷർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു, ഒരു പേന ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ വർത്തായിട്ടുള്ള സാധനം തന്നെ. ഓക്കെ, അപ്പൊ അത് സാറിന് തന്നെ കിട്ടും. സാറിന് സാർ തരാറുണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് വാങ്ങണം. ഇത് കറക്റ്റായിട്ട് എല്ലാവരും പഠിക്കും. ഇതിനകത്ത് എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. റാങ്ക് ഒരുപാട് കിട്ടുന്ന സാധനം എല്ലാവരും വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? എല്ലാവരും സാധനം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ട്രെൻഡിങ് സമയത്താണ് ബിസിനസ് നമ്മൾ ചെയ്താൽ വിജയിക്കും. നിങ്ങൾ വി ഗാർഡ് കേട്ടിട്ടുണ്ടോ? വി ഗാർഡ് എന്താ? സ്റ്റെബിലൈസർ. വി ഗാർഡ് സ്റ്റെബിലൈസർ ആണ്. അതിന്റെ ഓണർ ആരെന്ന് അറിയാമോ?
കൊച്ചൗസേറ്റ് പള്ളി എന്ന് പറഞ്ഞ ആളാണ് ഓണം. ഇദ്ദേഹം ബി ഗാർഡ് ആയത് എങ്ങനെയെന്നറിയാം. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എക്സൈസ് തീരുവ, അതായത് ഇലക്ട്രോണിക് സാധനത്തിനായിട്ട് വന്നു ഡ്യൂട്ടി, എക്സൈസിന് പിടിക്കുമ്പോൾ ഡ്യൂട്ടി കൊടുക്കുക. അത് കളഞ്ഞപ്പോൾ ഗൾഫിലെ ആൾക്കാർ പുതിയതല്ല ഉപയോഗിച്ച സാധനങ്ങളായ AC, റെഫ്രിജറേറ്റർ, പിന്നെ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ കൊടുക്കും. അവിടെ വിദേശത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷനില്ല, പവർ കട്ട്. ഇവിടെ രണ്ടും അതുണ്ട്. അപ്പം നമ്മുടെ ഈ സാധനങ്ങൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാതിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റെബിലൈസർ കൊണ്ടുപോകും. ആ സമയത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് അത് ക്ലിക്കായത്. ശരിയാണോ? എല്ലാം അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ബിസിനസ്സാണ്. ഒരു വലിയ സ്ഥാനം അറിയാം. നമ്മള് ധീരുഭായ് അംബാനി കേട്ടോ. ധീരുഭായ് അംബാനി ആരും ധീരുഭായ് അംബാനി എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിയുടെ അനിൽ അംബാനിയുടെ അച്ഛനാണ്. ധീരുഭായ് അംബാനിയുടെ വിദ്യാഭ്യാസത്തിൽ കട്ടിച്ച് 10ാം ക്ലാസ് പാസ്സായ. അപ്പൊ ഈ അമേരിക്കയിൽ MBA കഴിഞ്ഞ ഒരാളുണ്ട്, ഇന്ത്യ ടുഡേയുടെ പ്രതിനിധിയാണ്. അവരുടെ പേര് പ്രഭു ചാവ്ല എന്നാണ് അവരുടെ പേര്. 1977 ധീരുഭായ് അംബാനി ഈ പ്രഭു ചാവലയെ കണ്ടപ്പോൾ ധീരുഭായ് അംബാനി ചോദിച്ചു, ഇനി നമ്മുടെ അടുത്ത വരുന്ന ട്രെൻഡിങ് ബിസിനസ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നടക്കുന്ന ട്രെൻഡിങ് എന്ന് വെച്ചാൽ എണ്ണയും വിനോദസഞ്ചാരമായിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന ട്രെൻഡിങ് ബിസിനസ്. അപ്പൊ ഈ 15 അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 15 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ട്രെൻഡിങ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചത് ധീരുഭായ് അംബാനി പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചിരുന്ന ആള്. ആളുടെ ചിന്ത വലുതായപ്പോഴത്തേക്ക് ലോകം വലുതായി, അയാളുടെ വരുമാനം. ആ ആള് ഇയാളുടെ ചോദിക്കണം, അമേരിക്കയിൽ MBA കഴിഞ്ഞിരുന്ന പ്രഭു ചാവലയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആയിടോണോ എനിക്കറിയില്ലെന്നോ. കഷ്ടിച്ച് 10ാം ക്ലാസ് മാത്രം പാസ്സായ ആളായ ധീരുഭായ് അംബാനി പറഞ്ഞു, ഇനി വേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു, IT മേഖല. ക്ലിയർ ആയോ? അത് നടന്നില്ലേ? അത് കഴിഞ്ഞപ്പോഴത്തെ ആ ട്രെൻഡ് മാറി. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് വിപ്ലവം ഉണ്ടായി. എന്ത് നോക്കിയാലും പ്ലാസ്റ്റിക്, വണ്ടികളുടെ പാർട്സ് പ്ലാസ്റ്റിക്, നമ്മളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക്, എല്ലാ പ്ലാസ്റ്റിക്കും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മാറി. എന്താണ് റിയൽ എസ്റ്റേറ്റ് വന്നപ്പോഴത്തേക്കും അതും കുറേ ആൾക്കാർ ട്രെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ കാശുണ്ടാക്കി. ശരിയല്ലേ? കാശുണ്ടാക്കി. ആ കാശുണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് മാറി. ഇപ്പോൾ ഉള്ളത് എന്താണ്? ഇപ്പോഴുള്ള ട്രെൻഡിങ് ബിസിനസ് എന്താണ്? ഇനി 2046 വരെ ട്രെൻഡിങ് ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുപോലെ ഞാൻ ബിസിനസ് ആ ടെക്നോളജിയാണ്. ഞാൻ പറഞ്ഞത് MLM അല്ല സാർ. അതിനകത്ത് വരുന്നത് MLM പെടും. അതായത് റീറ്റെയിലിംഗ് ആൻഡ് വെൽനസ് ആണ് അത്. അതായത് 2046 വരെ നടക്കാൻ പോകുന്ന ട്രെൻഡിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അതിന് തുടക്കമാണ് നമ്മൾ. അപ്പൊ 2046 വരെ ഇന്ത്യയിൽ ട്രെൻഡിങ് ബിസിനസ് ആണ് നടക്കാൻ പോകുന്നത്. ഏതാണ്? റീറ്റെയിലിംഗ് ആൻഡ് വെൽനസ്. ഇത് രണ്ടും നമ്മളെ ആവശ്യമില്ലാത്തുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഉണ്ട്. ഇത് മനസ്സിലാക്കിയത് ആരാണ്? പണ്ട് അച്ഛൻ ധീരുഭായ് അംബാനി മനസ്സിലാക്കിയതുകൊണ്ട് മകൻ മുകേഷ് അംബാനി മനസ്സിലാക്കി. നിങ്ങൾ റിലയൻസ് ഫ്രഷ് കേട്ടിട്ടുണ്ടോ? പച്ചക്കറി മത്സ്യവും അവിടെ വിൽപ്പനയില്ല, റീറ്റെയിലിംഗ്. ശരിയല്ലേ? അവരെ എല്ലാം ട്രെൻഡ് നേരത്തെ കാണുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ വിഷയം ഏതാണ്? 2040 വരെ നമ്മൾ അടിച്ചു പഠിക്കാൻ പോകുന്ന ഏതിലൂടെ? അവക്സയിലൂടെ. റീറ്റെയിലിംഗ് ആൻഡ് വെൽനസ് രണ്ടും ഇതിനകത്തുണ്ട്, അവക്സിക്കകത്തുണ്ട്. ഇല്ലേ? അപ്പൊ നമ്മൾ എന്താവും? നമ്മൾ കോടീശ്വരന്മാരാണ്. ഒരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 കാലഘട്ടം, 95, 96 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ബിസിനസ് വന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റ് വരും. ആ സമയത്ത് കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാരെ ഉണ്ടാകുന്ന ചോദിച്ചില്ല. ശരിയല്ലേ? കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാർ വിരളിൽ എണ്ണാവുന്ന വിരളമായ ആൾക്കാരെ ഉണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ അറിയാവുന്ന ആളുടെ ശമ്പളം 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ അറിയ സമയത്ത് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കിയേ, ഒരു LKG പഠിക്കുന്ന കുട്ടി ഈ കമ്പ്യൂട്ടർ വെച്ചാൽ ഇന്ന് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി എത്ര ശമ്പളം കിട്ടും എന്ന് വെച്ചാൽ പോപ്പുലറായി. പക്ഷെ നെറ്റ്വർക്കോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ ഇന്ത്യയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് കാല് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിൽ എത്ര കോടി ജനമുണ്ട്? 140 കോടി കൂടുതലുണ്ട്. 146 കോടി ജനം ഇന്ത്യയിലുണ്ട്. നമ്മൾ അതിൽ 1 കോടി ആൾക്കാർ പോലും ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള ആൾക്കാർ ട്രെൻഡിങ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവരൊക്കെ ആരുടെ കൂടെ വരും? നമ്മുടെ താഴെ നിൽക്കില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഈ വരുന്നവരൊക്കെ ആരെല്ലാം എവിടെയെല്ലാം വരും? നമ്മുടെ ബിസിനസ്. നാളെ ചോദിക്കും, സാറേ ഇപ്പൊ നമ്മൾ പലയിടത്തും ചോദിക്കുന്നുണ്ട്, എന്റെ മോൻ ഡിഗ്രി പാസ്സായി B.Tech കഴിഞ്ഞു, എനിക്കൊരു ജോലി എന്റെ മോന് കൊടുക്കുമെന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ? നാളെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞത് എഴുതി വെച്ചോ. ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും എന്നെ കൂടെ എന്റെ മോനെ കൂടെ നിങ്ങളെ കൂടെ കൊണ്ടുപോകുകയും നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കുകയും. അപ്പോൾ നമ്മൾ പറയും
മോനെ ഏതൊക്കെ പഠിച്ചു, മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച് വല്ലതും അറിയാമോ, ഒരു കോഴ്സ് കൊണ്ട് പഠിച്ചിട്ട് വന്നത് ആ രീതിയിലോട്ട് പോയത്. നിങ്ങൾ പലർക്കും ഫീൽഡിൽ പോകുമ്പോൾ ഇത് പറ്റിപ്പാട് തട്ടിപ്പാടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഞാൻ എത്രയെ കേട്ടതാണ്, എത്രയെ കണ്ടതാണെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ഇന്ത്യയിൽ വന്നു, ആര് കണ്ടുപിടിച്ചത്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഉണ്ടോ? പറയൂ, അറിയാവുന്നത് പറയൂ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് 1940-ലാണ് കണ്ടുപിടിച്ചത്. 1940 USA-ലാണ് കണ്ടുപിടിച്ചത്, അമേരിക്കയിലാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ, 1940 അമേരിക്കയിൽ കണ്ടുപിടിച്ചു. അവിടെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം കൂടെ പറയാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും മരുന്ന് ഉൾപ്പെടെയുള്ള പല നിത്യോപയോഗ സാധനങ്ങൾക്കും ഒരു കൃത്രിമ ദൗർലഭ്യം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കി? അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കി പൂഴ്ത്തി വെച്ചു, വില കൂട്ടുന്നതിന്. കാര്യം രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴും മരുന്ന് ആൾക്കാർക്ക് പൈസ ഉണ്ടോ ഇല്ലേ? പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ വില കൂട്ടുന്നതിന് വേണ്ടി പൂഴ്ത്തി വെച്ചു. അപ്പൊ അവിടുത്തെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെർട്സ്, അമേരിക്കയിൽ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെർട്സ് നോക്കിയപ്പം എല്ലാ ഫാക്ടറികളിലും ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള അതായത് അമേരിക്കയിലെ കൺസ്യൂമറുടെ കയ്യിൽ എത്തുന്നില്ല, പൂഴ്ത്തി വെച്ചു. അപ്പൊ അമേരിക്കയിലുള്ള ഫാക്ടറികളിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട്, കൺസ്യൂമറിൽ എത്താത്തതുകൊണ്ട് അവർ കണ്ടുപിടിച്ച സാധനമാണ് ഡയറക്റ്റ് മാർക്കറ്റ്. എന്ന് വെച്ചാൽ ഇടനിലക്കാരും പരസ്യക്കാരെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നോ കൺസ്യൂമറിൽ എത്തുന്ന രീതിയാണ് ഈ പറയുന്നത്. ഇതിന് 4 പേരുകൾ പറയും. ഒന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയും, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും, റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയും, പേഴ്സൺ ടു പേഴ്സൺ മാർക്കറ്റിംഗ് എന്ന് പറയും. എല്ലാം പല പല പേരിൽ അറിയപ്പെടുന്ന ഒന്ന് തന്നെ. അപ്പൊ എന്ന് കണ്ടുപിടിച്ചത് 1940 അമേരിക്കയിൽ കണ്ടുപിടിച്ച സാധനം. അതിനാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, റഫറൽ മാർക്കറ്റിംഗ്, പേഴ്സൺ ടു പേഴ്സൺ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. പല പല പേരിൽ അറിയപ്പെടുന്നു. ഓരോ ആൾക്കാർ അതിനെ ഇഷ്ടത്തിൽ വിളിക്കുന്ന സംഗതി എല്ലാം തന്നെയാണ്. അപ്പൊ ഈ 1940 അമേരിക്കയിൽ കണ്ടുപിടിച്ചെങ്കിൽ 37 വർഷക്കാലം 1977 വരെ അമേരിക്കയിൽ നിയമമൊന്നുമില്ലായിരുന്നു. 1977 അമേരിക്കയിൽ ഫെഡറൽ സുപ്രീം കോർട്ട് ഒരു നിയമം കൊണ്ടു. 1977, അതായത് 37 വർഷം കഴിഞ്ഞ് 40 വർഷം 1940 കണ്ടുപിടിച്ച് ഈ സംഗതി നടന്നുവെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യയിലെ പോലെ തട്ടിപ്പ് വെട്ടിപ്പില്ലാതെ പോയി അവിടെ 77 അമേരിക്കയിൽ ഫെഡറൽ സുപ്രീം കോർട്ട് നിയമം കൊണ്ടുവന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 77 കാലഘട്ടങ്ങളിൽ ഒരു നെയിൽ കട്ടർ വാങ്ങിക്കുമ്പോൾ നമ്മൾ മെയ്ഡ് ഇൻ USA വാങ്ങിക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് വാങ്ങിക്കും. ഏത് വാങ്ങിച്ചാൽ 77 കാലഘട്ടം. ഇപ്പൊ അതിനേക്കാൾ മോഡേൺ സാധനം അല്ലേ? അന്നത്തെ കാലത്ത് നമ്മളൊരു നെയിൽ കട്ടർ വാങ്ങിച്ചാൽ അത് മെയ്ഡ് ഇൻ USA ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജർമ്മനി, മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ടെങ്കിൽ ഏത് വാങ്ങിച്ചാൽ നമ്മൾ ഫോറിൻ സാധനം. ഇന്ത്യയിൽ അത്രയും ടെക്നോളജി ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഫോറിൻ ഇപ്പം അതിനേക്കാളും കിട്ടുന്ന സാധനം നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലേ? ഇന്ത്യക്കാർ മോശമല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ 1977 അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോർട്ട് നിയമം വന്നപ്പോഴത്തേക്കും മറ്റുള്ള രാജ്യങ്ങളിൽ പറയുന്നത് 1980 ആയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇത് കാര്യമായിട്ട് വിലപിച്ചു. യൂറോപ്പ് മുഴുവൻ ഇത് കാര്യമായിട്ട് വിലപിച്ചു. അതായത് അമേരിക്കയിൽ നിയമം കൊണ്ടൊന്നും മറ്റുള്ള രാജ്യങ്ങൾ പറയാത്തതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഉള്ള സാധനം യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു ബിസിനസ്സായിട്ട് മാറും. 1990 ആയപ്പോഴത്തേക്കും 1990 ആയപ്പോൾ ഏഷ്യയിലെത്തിയോ? ഇന്ത്യയിലെത്തിയില്ല. ഇന്ത്യയിൽ എത്തണമെങ്കിൽ വീണ്ടും താമസിച്ചു. 1996 ഇന്ത്യയിൽ എത്തണമെങ്കിൽ കാര്യം ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ വേണം ഇന്റർനെറ്റ് വേണം, കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യയിൽ വരണം 95-96 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ ബിസിനസ് അറിയില്ല, ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയില്ല. അപ്പോൾ വിദേശത്ത് ജോലിയുള്ള ആൾക്കാർക്ക് അറിയാം. അവർ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരാണ്. അവർ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ പോയാൽ, അതായത് ഇന്ത്യയിൽ പോയാൽ നന്നായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ പറ്റിച്ച് കാശുണ്ടാക്കാം, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ 95-96 കാലഘട്ടത്തിൽ ഈ ബിസിനസ് വന്നു. അന്ന് ഒരുപാട് ആൾക്കാർ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. ഒരുപാട് ആൾക്കാർ പല കമ്പനികളുടെ പേരിൽ സ്വന്തം പേരിൽ തുടങ്ങി. ഒരു പക്ഷെ നമ്മൾ കേട്ടിരിക്കാം, ആട്, തേക്ക്, പാഞ്ചിയം, ഷൂസ്, ബൈക്ക് കേട്ടിട്ട് ഇങ്ങനെയുള്ള കുറേ സ്കീമുകൾ വന്നു. കുറേ സ്കീമുകളിൽ കുറേ ആൾക്കാരുടെ പൈസ പോയത് മാത്രമല്ല, നല്ല നല്ല വ്യക്തി ബന്ധങ്ങളുള്ളിലാണ്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങേയടുത്ത് പറയാണ്, അവിടെ ഊട്ടിയിൽ ഒരു 10 മൂട് തേക്കുണ്ട്, അതിന് കാശി കാർഡ് പറയും. അവിടെ തേക്കും കാണില്ല, ആടും കാണില്ല, കൂടെയും കാണില്ല. ശരി, നാളെ അനകേന്ദ്രം കണ്ടാൽ ചിരിക്കുവോ, ദേഷ്യപ്പെടും. ഇതുപോലെ നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ. ഇതിനെക്കുറിച്ച് അന്നത്തെ കേരള സർക്കാർ ഒരു
ശ്രദ്ധയിൽ നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വരുന്നത് 2002-ലാണ്. 2002-ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വരുന്നത്. അന്നത്തെ കോൺഗ്രസ് വക്താവായിരുന്ന ജയ്പാൽ റെഡ്ഡി, ഞാൻ പറയുന്നത് സ്ക്രീനിൽ കൂടി പോകണോ എന്ന് എഴുതാൻ പറ്റുന്നില്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 2002-ൽ അന്നത്തെ കോൺഗ്രസ് വക്താവായിരുന്ന ജയ്പാൽ റെഡ്ഡി ഇന്ത്യൻ പാർലമെന്റിൽ ഉപക്ഷേപം ഉന്നയിച്ചു. ഇത് ഒരുപാട് ആൾക്കാരുടെ ധനം നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഇതിനെ നിയമം മൂലം നിരോധിക്കാൻ പോകും. ഏത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിനെ നിരോധിക്കാൻ പോകും. അപ്പോൾ അതിന് മറുപടിയായിട്ട് അന്നത്തെ തന്നെ വാണിജ്യകാര്യ സഹമന്ത്രിയായിരുന്ന ഡോക്ടർ വി ശ്രീനിവാസ പ്രസാദ് ഒരു കമ്മീഷൻ പഠിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇത് 100-ലേറെ വികസിത രാജ്യങ്ങളിൽ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന അതിനൂതനമായ ഒരു വിപണന സമ്പ്രദായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും ഇന്ത്യയിലും നിയമപരിരക്ഷ ആവശ്യമാണെന്നും. നിങ്ങൾ വേണമെങ്കിൽ 2003 ഫെബ്രുവരി മാസം 19 പേപ്പറിൽ നോക്കിയാൽ കാണാം. ഇത് ഒരു എന്താ പറയുക, അതിനൂതനമായ വിപണന സമ്പ്രദായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇന്ത്യയിലെ നിയമപരിരക്ഷ ആവശ്യമാണെന്നാണ്. അങ്ങനെ 2003 ഫെബ്രുവരി മാസം 19 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്ന സുപ്രീം കോടതി 10 പ്രധാനപ്പെട്ട പരിമാറ്റ ചട്ടങ്ങളോടുകൂടി ലീഗൽ ബിസിനസ് ആയിട്ട് അംഗീകരിച്ചു. പ്രൈസസ് മണി സർക്കുലേഷൻ അബാൻഡ്മെന്റ് ബാനിങ് ആക്ട്, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇങ്ങനെയുള്ള എല്ലാം കൂടി ചേർത്ത് 10 പെരുമാറ്റ ചട്ടങ്ങളോടുകൂടി 2003 ഫെബ്രുവരി മാസം 19 സുപ്രീം കോടതി ഇത് ലീഗലായിട്ട് അംഗീകരിച്ചു. നമ്മുടെ നാട്ടില് കൊലപാതകം കുറ്റകരമാണോ അല്ലേ? കൊലപാതകം കുറ്റകരമാണോ അല്ലേ? ബലാത്സംഗം കുറ്റകരമാണോ അല്ലേ? പക്ഷേ ഇത് 2 ആൾക്കാർ ചെയ്യുന്നു. അപ്പം ലീഗലായിട്ട് സാധനം നടന്ന സമയത്ത് ഇല്ലീഗലായിട്ട് കൂടെ കുറെ ആൾക്കാർ ഈ 2003 ശേഷം നിയമം വന്നതിന് ശേഷം ചെയ്യാൻ തുടങ്ങി. 2010 ആയപ്പോൾ കേരള ഗവൺമെന്റ്, അതായത് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി KM മാണിയായിരുന്നു. ഒരുപാട് ആൾക്കാർ മണി ചെയിനും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രണ്ടും ഒന്നാണെന്ന് സംഭവം വന്നു. അപ്പൊ കേരളത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് ഓർഡർ വന്നു എല്ലായിടത്തും ടോട്ടൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്താൻ പറഞ്ഞ സിറ്റുവേഷനിൽ എല്ലായിടത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. നമ്മൾ പറയുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മോഡി കെയറും ആംബയൊക്കെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. നിർത്താൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ചെയ്താൽ പിന്നെ പോലീസ് വിളിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കൂടെയാണെന്ന് പറഞ്ഞാൽ അപ്പോഴും വേണമെങ്കിൽ നമ്മൾ അറസ്റ്റ് പോകും ആ കാലഘട്ടം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലൂടെ ഉപജീവനമാർഗം ചെയ്യുന്ന നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സമരം ചെയ്തു. ആ സമരം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനുണ്ടായി, തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ സർക്കാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നിങ്ങളെ പ്രതിനിധികൾ ഞങ്ങൾ വിളിക്കും, അപ്പോഴും നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ പ്രതിനിധികൾ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു, ഇതിനൊരു നിയമം വരും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ഞങ്ങളൊന്ന് സർക്കാരൊന്ന് പഠിക്കട്ടെ എന്ന്. സർക്കാർ പഠിക്കാൻ വേണ്ടി 6 വർഷം സമയം 6 വർഷം സമയം എടുത്തപ്പോൾ സെൻട്രൽ മിനിസ്ട്രിയിൽ ഒരു സംഗതി വന്നു, നിങ്ങൾ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞു. കേരളവും തമിഴ്നാടും എല്ലാം അവരവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഗൈഡ് ലൈൻ ഉണ്ടാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് നമ്മുടെ കൊച്ചി കേരളം. അങ്ങനെ ഗൈഡ് ലൈൻ ഉണ്ടാക്കി 2014 ഒരു ഓർഡിനൻസ് വന്നു. 2015 നിയമപരമായിട്ട് അംഗീകരിച്ചു. ഇന്ന് 5 ട്രേഡ് യൂണിയൻ സപ്പോർട്ട് AITC, INTC, CIT, BMS, STU. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, ചാവടിമുക്ക് എന്ന് പറയും. തിരുവനന്തപുരത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ കഴക്കൂട്ട അറിയാമോ? ആ സ്ഥലത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ പേരിലാണ് ഗിഫ്റ്റ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഇവിടെ പോയി സർക്കാർ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. 3600 ഫീസ് കൊടുത്ത് നേരത്തെ ബുക്ക് ചെയ്തില്ല. 50 ആൾക്കാരാകുമ്പോൾ ഇവർ നമ്മളെ ട്രെയിനിങ് തരുന്നുണ്ട്. ഏത് ചെയ്യാൻ? നമ്മൾ ഈ വട്ടപ്പറിച്ച് കാണിക്കുന്നില്ലേ, ആ ബിസിനസ് ചെയ്യാൻ ട്രെയിനിങ് തരുന്നുണ്ട്. നമ്മളിതുപോലെ അറിയുന്നുണ്ടോ? നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാർ പറയും, ശങ്കരൻ ചേട്ടൻ പറഞ്ഞു ഇത് പറ്റിപ്പാണ്, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെ ആൾക്കാർ ഇതൊന്നും അറിയാമെങ്കിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. നമ്മൾ കുറേ കേട്ട് തന്നെ പഠിക്കണം. പല പല ആൾക്കാരുടെ ട്രെയിനിങ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഗിഫ്റ്റ് എന്നുള്ള സ്ഥാപനത്തിൽ പോയാൽ സർക്കാർ ഈ ബിസിനസ് ചെയ്യാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഒന്നിനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സെക്രട്ടറി ചെയ്താൽ ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നടക്കുന്നു. സർക്കാർ എന്തുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. സർക്കാരിന് വരുമാനം എന്താണ്? സർക്കാരിന് എങ്ങനെ വരുമാനം കിട്ടും? ടാക്സ് ഇനത്തിലാണ് വരുമാനം കിട്ടും. ഞാനിപ്പോൾ ചോദിക്കുന്നത് ഒറ്റ കാര്യം. അനകയെടുത്താണ് ഞാൻ ചോദിക്കുന്നത്. അനകയാണ് നമ്മൾ ഇന്നത്തെ ഏല. അനകയുടെ ചോദിക്കുന്നത്, അനക ഒരു സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരു 2 പവൻ ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി പോകും. ആരൊക്കെ? അമ്മയും ഹസ്ബൻഡ് ഇവിടെ പോയി, 3 പേരും കൂടെ പോയി.
അപ്പോൾ ഏത് ജ്വല്ലറി കയറി ഞാൻ ചോദിക്കുന്നു. ഒരു ജ്വല്ലറി കയറിയപ്പോഴാണ് അവിടെ ചെന്നപ്പോഴൊരു സ്ത്രീ ഹലോ എന്ന് പറഞ്ഞു, ഇതിലാണ് വേണ്ടത്, അത് ചെയിനാണ്. ചെയിനിന്റെ സെക്ഷൻ അവർ നമ്മുടെ കൂടെ വന്ന് ഇവിടെയാണ് ചെയിനിന്റെ സെക്ഷൻ. ക്ലിയർ അല്ലേ? ഇത്രയും കറക്റ്റ് അല്ലേ? അവിടെ ചെയിൻ ഉണ്ടോ അവിടെ ഇരുന്നോടെ വേറെ ചോദിക്കും ചായയാണോ കാപ്പിയാണോ. അപ്പൊ നമ്മൾ ഇതുവരെ ചായ കുടിച്ചോണ്ട് നമ്മൾ പറയുന്നത് വെറൈറ്റിക്ക് വേണ്ടി കാപ്പി കുടിക്കുന്നു അല്ലേ? അങ്ങനെ കാപ്പി കൊണ്ട് കുടിച്ചു, ചെയിനൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് പതുക്കെ ചോദിക്കും, മേഡം ഇത് ക്യാഷ് ആണോ ചെക്കാണോ? അപ്പൊ നമ്മൾ ക്യാഷേ ഉള്ളൂ, ആ ക്യാഷാണ്. മേഡം ബില്ലിടാനോ? ആ ഇട്ടോളൂ. അപ്പോൾ മേഡം ഇത്ര ശതമാനം GST ഉണ്ട്. ആഹാ GST. അപ്പോൾ ബില്ല് വേണ്ട പറയുകയില്ല. നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ GST കൊടുക്കൂലേ, നമ്മൾ ബില്ല് വേണ്ടെന്ന് പറയുകയില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു എസ്റ്റിമേറ്റ് അടിച്ച്, കാരണം ഇത് തിരിച്ചു കൊടുത്ത് മാറ്റി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കണോ ഈ സാധനം വേണം. അപ്പോൾ എസ്റ്റിമേറ്റ് അടിച്ച് നമ്മൾ ടാക്സ് എത്തിച്ചു ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ വിൽക്കുന്ന ഓരോ പ്രോഡക്റ്റും ഓരോ ഓപ്ഷനുകളായി ഇത്ര രൂപ 18% GST ആർക്കുണ്ട്? കേരള സർക്കാർ ടാക്സ് കൊടുക്കുന്ന കമ്പനിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ വരുമാനത്തിന് 5% TDS പിടിക്കണോ ഇല്ലേ? 2 തരത്തിൽ ടാക്സ് ഉണ്ടോ? സർക്കാർ ഇതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം മനസ്സിലായി. ഇനി അഭ്യസ്തരായ ചെറുപ്പക്കാർ ഓരോ വർഷം എത്ര പേര് പഠിച്ചിറങ്ങുന്നുണ്ട്? ബിടെക്കും എംടെക്കും LLB കഴിഞ്ഞ് ഇറങ്ങി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്, ഡോക്ടേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ 5 രൂപയുടെ ചെലവില്ലാതെ 5 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു വലിയ ബിസിനസ് ചെയ്യാനുള്ള അവസരമാണ് ആര് കൊടുക്കുന്നത്? നമ്മൾ ഒരിടത്തും പോയി കഴിയുമ്പോൾ നീ എന്റെ കൂടെ വാ, എന്റെ കൂടെ ചേർന്നാണ് പറയേണ്ടത്. നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ തന്നത്, ഇത് പറയാനുള്ള ചാങ്കോപ്പുണ്ട്. അപ്പൊ അവർ നമ്മളെ വരും. ഇന്ന് വരാത്തത് നാളെ വരും. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച അരുൺകുമാറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. 1ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ അതും പഠിക്കാൻ പോയി, ഞാൻ പഠിക്കാൻ പോകാതായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിരിക്കും. എല്ലാ ദിവസവും കാണും. എൻ്റെ പ്രായത്തിൽ 1-2 വയസ്സിലേക്ക് വ്യത്യാസമുള്ള ആൾക്കാരാണ്. എല്ലാ ആൺപിള്ളേരാണ്. 15 പേരുണ്ട്. എല്ലാവരും നല്ല കാശാണ്. അതിനകത്ത് കാശില്ലാത്തതാണ് ഞാൻ മാത്രം. അപ്പൊ എല്ലാവരും കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ ഈ അരുൺകുമാറും ഞാനും കൂടെ അടുത്തടുത്ത സ്ഥലങ്ങൾ വാങ്ങിച്ചു വീട് വെച്ചു. ഇപ്പോഴല്ല, ഒരു 5 കൊല്ലം മുമ്പാണ്. 5അല്ല 8 കൊല്ലം മുമ്പാണ് ഞങ്ങൾ വീട് വെച്ചു. അപ്പം 2 മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ 3 വർഷം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളെ പഠിത്തവും ട്യൂഷനും കാര്യങ്ങളും എഞ്ചിനീയറിംഗ് പോകുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാസ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ ഇവിടെ പഠിച്ചാൽ ചിലപ്പോൾ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയതല്ല അച്ഛൻ്റെ പൈസ. അതുകൊണ്ട് അവിടെ വീട് വാടക എടുത്ത ലാഭം കൊടുത്ത് ആ വീട് വിറ്റിട്ട് വേറൊരു വീട്ടിൽ വാടക താമസിച്ച് വേറൊരു വീട് വെച്ചു. 3 വർഷം ഒരുമിച്ച് താമസിച്ച കൂട്ടുകാർ. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചു. കല്യാണം കഴിയുന്നവരെ എല്ലാവരും ഭയങ്കര കമ്പനിയുള്ള ആള്, ഒരു ഭക്ഷ്യം വന്ന് അടിച്ചു പൊളിക്കുന്ന ആള്. ഞാനൊരു ഓക്സിജനായി കൊണ്ട് ചെന്നപ്പോഴും ഇവൻ ആട്ടി ഓടിച്ചു. പറഞ്ഞു, എടാ നിനക്ക് വേറെ ജോലിയില്ലടാ ഇതും കൊണ്ട് നടക്കാനെന്ന് ചോദിച്ചു. ഞാൻ ഡയമണ്ട് ആയപ്പോഴത്തേക്കും ഇവ എന്നെ വിളിച്ചു പറഞ്ഞടാ എനിക്കും അത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും ഒരാൾ ബിസിനസ് ജോയിനെങ്കിൽ അവരുടെ പഴക്കുണ്ടാക്കണം, തിരിച്ചോടും നിനക്ക് പഴയാളോ പണി തരണോ. ഇത്ര മനസ്സിലാവും. ഇത്രയും ചെയ്താൽ നമ്മളുണ്ടോ അവർ നമ്മളോട് വരും. ഇപ്പൊ നമ്മുടെ കമ്പനിയിലെ ഇതാണ് ഗോൾഡ് വാങ്ങിക്കണം. നമ്മൾ അതിനാദ്യം കാണിക്കേണ്ടത് നമ്മളത് ഉറച്ചു നിൽക്കണം. നമ്മൾ ഉറച്ചു നിന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വന്ന് അനയെ ബിസിനസ്സിൽ വിളിച്ചു. അനക പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നോ. ഞാനൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബിസിനസ് നിർത്തി. അനക എന്നെ കണ്ട്, ചേട്ടാ ആ ബിസിനസ് ഇപ്പൊ എന്തുണ്ട്? ഓ ഞാൻ അന്നേ പറഞ്ഞില്ലേ, പാല് രക്ഷപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറയില്ലേ, ഇതിൽ ചാൻസ് കൊടുക്കരുത്, തെളിയിച്ച് കാണിക്കണം, കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ 3 വർഷം വെള്ളം ചേർക്കാതെ ആത്മാർത്ഥമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്ത് കൊടുക്കണം. അവസ്യാഗോട് ബാക്കിയെല്ലാം മാറ്റി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്ത് എത്ര ഓപ്ഷനുകളായിട്ട്? 1 ലക്ഷം രൂപ കൊടുത്ത എത്ര ഓപ്ഷനുകളായിട്ട്? 1 ലക്ഷം രൂപ നോട്ട് എണ്ണി കമ്പനിക്ക് അടച്ചാൽ നിങ്ങൾ നെറ്റ്വർക്ക് ഒന്നും കയറിയില്ല. അവസ്യാഗോട് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ഹോർലിക്സ് ബൂസ്റ്റൊക്കെ വയ്ക്കുന്നു, അത് ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് വയ്ക്കുക. പക്ഷെ പ്രോഡക്റ്റ് ഓപ്ഷനുകളാണ്. ഹെൽത്ത് എത്ര 40 ആര് പറയും? 1 ലക്ഷം രൂപ കൊടുത്ത എത്ര ഓപ്ഷനായി? 1500. ഇത് എങ്ങനെയാണ് കിട്ടുന്ന ഓപ്ഷനായി? ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സത്യം.
നിങ്ങൾ 15,000 രൂപ കൊടുത്താൽ എത്ര കിട്ടും? 15,000 രൂപ 10 കിട്ടും. അപ്പൊ 25,000 എത്ര കിട്ടും? 30,000 15,000 നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് 1 ലക്ഷം രൂപയ്ക്ക് എത്ര ഓക്സിജൻ റായി കിട്ടുന്നതാണ് എന്റെ ചോദ്യം. ചോദ്യം മനസ്സിലായി? 1 ലക്ഷം രൂപയ്ക്ക് എത്ര ഓക്സിജൻ റായി കിട്ടും? 15,000 എത്ര കിട്ടും? 10 കിട്ടും. 9 കിട്ടും. പാക്കേജ് ഇല്ല, 50 രൂപ പാക്കേജ്. കാലിറക്കിയാൽ മുക്കാലം പോലെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 6-4. അല്ല പത്തെണ്ണം ആ 15,000 രൂപ കിട്ടും. അപ്പൊ 300,000 രൂപ കൊടുത്താൽ എത്ര കിട്ടും? 60. 60. അങ്ങനെയാണെങ്കിൽ 15,000. 2 കോമ്പോയ്ക്ക് എത്ര കിട്ടും? 2 കോമ്പോയുടെ വില എത്ര? 5,000. 5,000. അപ്പൊ എത്രയായി? 90 എത്രയായി? 66. 1 ലക്ഷം രൂപ. അപ്പൊ എത്ര പ്രോഡക്റ്റ് ആയി? 66 രൂപ. പിന്നെ 60 പ്രോഡക്റ്റ് 40. സാറാ 66 ഞാൻ ആ 60 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ 25,000 എത്ര പ്രോഡക്റ്റ് കിട്ടും? 15. അപ്പം 4-25 കൂട്ടിയാൽ 60. നമ്മൾ ബിസിനസ് ആയിട്ട് കാണണം. ഇത് ബിസിനസ് ആയിട്ട് തന്നെ കാണണം. അപ്പൊ നമ്മൾ പൈസ വെറുതെ ഉള്ള അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ഥിതി എത്ര കിട്ടും? 66 ഓക്സിജൻ റായി. ഈ 66 ഓക്സിജൻ റായി തന്നത് വാങ്ങിച്ചത് ഒരാളെ 1 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു. 5 രൂപ പലിശ കൊടുക്കും ഒരു മാസത്തേക്ക്. 5 രൂപ പലിശയ്ക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് 1 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് ഓക്സിജൻ റായി കമ്പനിക്ക് അടച്ചു. കമ്പനി കൊടുക്കുന്നു 66 ഓക്സിജൻ റായി. പക്ഷേ ഇതിനകത്ത് 1 മാസത്തിനകത്ത് വിറ്റ് തരണം. 2 മാസത്തെ എക്സ്പയറി ഡേറ്റേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടാ നമുക്ക് 12 മാസം ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് ശ്രീനിവാസം അവിടെ നിന്ന് 2 മാസം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ഞാൻ 2 മാസത്തെ എക്സ്പയറി ഡേറ്റേ ഉള്ളൂ. ഈ സാധനം 66 വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടും? ഒരെണ്ണത്തിന് 2,750 വെച്ച് 66 എത്രയായി? 2,750 MRP ആണ്. ഇൻറ്റു 66 എത്രയായി? നോക്ക് അറിയാൻ നോക്കി കാൽക്കുലേറ്റ്. അപ്പൊ ലാഭം എത്ര? 81,500. ഇത് 1 മാസം കൊണ്ട് കിട്ടിയാൽ നമുക്കൊരു നല്ല ബിസിനസ് ആവും അല്ലേ? ശരി. ഈ പ്രോഡക്റ്റ് നിങ്ങൾ 1 മാസം വിൽക്കുമോ ഇല്ല? എന്തുകൊണ്ടാണ് വിൽക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ വിൽക്കും? ഒന്ന് 1 ലക്ഷം രൂപ നമ്മൾ പലിശയ്ക്ക് വാങ്ങിയത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇരുന്ന് പോയാൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ സാധനം വേസ്റ്റാണ്. നമുക്ക് വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടും? ഇനി ഈ പ്രോഡക്റ്റ് 66 സാറിന് കിട്ടിയിരിക്കണം. സാറ് അപ്പുറത്തെ വീട്ടിൽ മരണം വന്നു. മരണത്തിന് പോകുമ്പോൾ ഭാര്യ കൊണ്ടു. സാറ് പോകുമ്പോൾ ഭാര്യ കൊണ്ടു. അത് ഈ പ്രോഡക്റ്റ് 66 കഴിക്കണം. നമുക്ക് 1 ദിവസം 2 എണ്ണം വെച്ച് വിൽക്കണം. എവിടെ നിൽക്കും? മരണം വീട്ടിൽ പോകും. അപ്പുറത്തെ കൊച്ചച്ഛൻ്റെ മോൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ ഒരു കൊച്ചിട്ട് നൂല് കെട്ടുണ്ട് പോകും. ഇത് വയ്ക്കും. മഴയെന്ന് പറയും. ഇന്ന് ഭയങ്കര വെയിലാണ്, നാളെ പറയും. ഒന്നും പറയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പലിശയ്ക്ക് വാങ്ങിച്ച് 1 ലക്ഷം രൂപ കിടക്കണോണ്ടാണ്. ഇനി അവന് പലിശയും കൊടുക്കണം. ഈ 5,000 പലിശ കൊടുക്കാൻ അല്ലേ? നമുക്കിത് എടുക്കണം അല്ലേ? ഈ സാധനം വിറ്റില്ലെങ്കിൽ ചീത്തയായി പോകും, നഷ്ടം വരും ഇല്ലേ? അപ്പൊ നമ്മൾ പോകില്ലേ? പിന്നെ എന്തുകൊണ്ട് അവർച്ചയ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാത്തത്? പിന്നെ എന്തുകൊണ്ട് അവർച്ചയായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാത്തത്? നമ്മള് വിജയിക്കണം. നമ്മുടെ ടൈം പോലെ ചെയ്താൽ മതി. അവിടെയാണ് വേണം കളി. നമ്മളെല്ലാവരും അവർച്ചയാണ്. എന്റെ സർവത്ര പരിപാടി കഴിഞ്ഞിട്ട് അവർച്ചയെടുത്ത് നോക്കാം. മുക്കുവൻ തിര മാറിയിട്ട് വള്ളം നടക്കാൻ എന്തെങ്കിലും നടക്കാൻ പറ്റും. നമ്മളെ സർവത്ര കാര്യം നിർത്തിയിട്ട് അവർച്ച ചെയ്യാൻ വേണ്ടി ആരംഭിക്കരുത്. നിങ്ങൾ വേറെ പഠിക്കുമോ? ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ്? അവർച്ച കേട്ടോളൂ. സർവത്ര പ്രശ്നങ്ങൾ തീർന്നു. ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് ഞാൻ അവർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്ന് വേറെ പ്രശ്നം വരില്ലേ വേണം? അപ്പൊ നമ്മൾ അതിനെ കുറ്റപ്പെടുന്നു. നമ്മൾ രാവിലെ അടിച്ച് ഇത് ചെയ്യാതിരിക്കാൻ ഒരു കാരണം തന്നെ. ശരിയാണോ? ശരിയല്ലേ?
അപക്ഷയ ഗോകുലം എങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു കാരണം പറയാം. അതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ ഇതിന്റെ വലിപ്പാറുണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 64 ലക്ഷം രൂപ കടം 4 വർഷം കൊണ്ട് ഒരു ദിവസം 3000 സംതിങ് രൂപ മാറ്റി 4,500 രൂപ മാറ്റി കിട്ടും. കമ്പനി പറയുന്നത് 30,000 രൂപയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ നിന്റെ സർവത്ര കടം നിന്ന് സമ്പാദ്യം ഉണ്ടാക്കാം. നമുക്കിതൊന്നും വേണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും. ഞാൻ വേണമെന്ന് പറഞ്ഞല്ല, ടോട്ടൽ ആൾക്കാരോട് അറ്റീവിടാണ്. ഇത് മാറ്റണം, ഇത് മാറ്റിയിട്ടൊന്ന് ഇറങ്ങി ഞാനിത് പോകുമ്പം എല്ലാവർക്കും എല്ലാം എത്തുന്നു പോകണം. ഇത് കിടക്കണം, നല്ല പവറായിരിക്കും. നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമ്മളോട് സംസാരിച്ച പവറായിരിക്കും. നമ്മൾ പറയുന്നതായി വിശ്വസിക്കും. നമ്മൾ കള്ളം പറഞ്ഞാൽ വിശ്വസിക്കും. കള്ളാരും പറയും, കള്ളം പറഞ്ഞ് ബിസിനസ് എടുക്കുകയേ ചെയ്യും. നമ്മളൊരാളോട് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അയാളെ കണ്ണി നോക്കി പറയണം, പറയുന്നത് പവറായിട്ട് പറയണം, അയാൾ വിശ്വസിക്കും. ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് അവൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിൽ തോന്നും. ഇതൊക്കെ നടക്കണ കാര്യം തന്നെ, ശരിയല്ലേ? അതിനുള്ള ചാൻസ് നമ്മൾ പോയി. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. നമുക്ക് സമയമായുണ്ടോ? ഇല്ലല്ലോ, സമയം 12 പേരുണ്ട്. നമ്മൾ എത്ര കാലം ഈ ബിസിനസ് ചെയ്യണം? അപക്ഷയ ഗോകുലം ചെയ്യും. നമ്മൾ തുടങ്ങി, ഞാൻ പറഞ്ഞു 2-3 വർഷം നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഇത്രയും കുറഞ്ഞ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാകും. എന്നാലും നമുക്ക് റിട്ടയർമെന്റ് വേണ്ടേ? എത്ര കാലം അപക്ഷയ ഗോകുലം ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഒരു പ്ലാനിങ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? 5 മുതൽ 8 വർഷം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എല്ലാവരും ഒരേപോലെ കുഴപ്പമില്ല. എത്ര കാലം ഈ ബിസിനസ് ചെയ്യണം? എത്ര കാലം നിങ്ങൾ ആക്റ്റീവായിട്ട് ബിസിനസ് നിർത്തിപ്പോലെ ആക്റ്റീവായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട എത്ര കാലം? 5 വർഷത്തിന് കണക്കെന്താണ് സാർ? അതൊരു ക്രൈറ്റീരിയ എന്താണ്? 9 വർഷം. ഏതാണ് 9 വർഷം കഴിയുമ്പോൾ നിർത്തണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെയാണ്? ഡയമണ്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഡയമണ്ട് അല്ലേ, ബ്ലൂ ഡയമണ്ട് അല്ലേ, ബേബി സാർ ബ്ലാക്ക് ഡയമണ്ട് അല്ലേ? ഒരു ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ 1000 PV കയറുന്നത് ചെയ്യണം ആക്റ്റീവ്. അപ്പൊ എത്ര കിട്ടും? എത്ര കാലം ചെയ്യണം? അത് ചിലർ 3 വർഷം എടുക്കും, ചിലർ 2 വർഷം എടുക്കും, ചിലപ്പോൾ 8 കൊല്ലം എടുക്കും. അങ്ങനെ ചെയ്യും. നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ ലെഫ്റ്റ് സൈഡിൽ 1000 PV വരണം, റൈറ്റ് സൈഡിൽ 1000 PV വരണം. അപ്പൊ എത്ര കിട്ടും? 30,000 കിട്ടും. ഇതുവരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, ഹാർഡായിട്ട് ചെയ്യണതേ ഉള്ളൂ. ഒന്ന് ഇഷ്ടപ്പെട്ട് സ്വല്പം കഷ്ടപ്പെട്ട് ചെയ്താൽ ഇത് സുഖമായിട്ട് അച്ചീവ് ചെയ്ത് പ്രൂവ് ചെയ്ത ആൾക്കാർ നമ്മുടെ മുമ്പിലില്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത് നടക്കുകയെന്നുള്ള സംശയം വേണ്ടല്ലോ. ശരിയല്ലേ? നമുക്ക് ആർക്കെങ്കിലും കഴിയില്ലെന്നുണ്ടോ? എല്ലാവർക്കും കഴിവുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂളിൽ ഒരു കണക്ക് അധ്യാപകൻ റിട്ടയറായി പോയപ്പോൾ പുതിയൊരു അധ്യാപകൻ, അയാൾ കണക്ക് അധ്യാപകരുടെ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ ജോലി ചെയ്യണം. അത് ഈ സ്കൂളിലാണ്. ആ വേക്കൻസി വന്നു. അപ്പോൾ സ്കൂളിൽ അധ്യാപകർ ഇതുപോലെ മേശയെടുത്ത് ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. പരിചയപ്പെടുത്തി എല്ലാ കുട്ടികളായിട്ട് പരിചയപ്പെട്ടു. ഈ സ്കൂൾ അധ്യാപകർ ഒരാൾക്കാരെ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും ബാക്കിയിരുന്ന പഠിക്കാതെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ? ഏറ്റവും ബാക്കിരിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, ഒരു ആടിന്റെ വില 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ? ഇതൊന്നും സംശയമില്ല. ഇതാണ് കുഴപ്പം. സംശയം തോന്നില്ല. അപ്പൊ 5 ആടിന് 1000 രൂപ. പക്ഷെ ഈ കുട്ടി എഴുതി വെക്കും, ഒരു സംശയം കൂടെ പറഞ്ഞു 5000 രൂപ. അപ്പൊ ഈ മാഷ് പറഞ്ഞു സ്ഥിരം ഇരിക്കാം. അടുത്ത കുട്ടിയോട് ചോദിച്ചു, ഒരു ആടിന്റെ വില 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ? അവൻ പറഞ്ഞു എഴുന്നേറ്റ് തോന്നി 800 രൂപ. അപ്പൊ അടുത്ത കുട്ടിയോട് ചോദിക്കാതെ സാറ് ഞാൻ നോക്കിയിട്ട് തിരിച്ച് നേരെ നമുക്ക് ഫ്രണ്ടിലത്തെ കുട്ടിയോട് ചോദിക്കാൻ പറ്റും. ഒരു ആടിന്റെ അപ്പോഴും ബാക്കി ഇരുന്ന 3ാമത്തെ കുട്ടി 2 കുട്ടിയുടെ ചോദിച്ചു. 3ാമത്തെ കുട്ടിയോട് മാഷേ അതെന്താ മാഷേ എൻ്റെ അടുത്ത് ചോദിക്കാത്തത്? പക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോയ സമയത്ത് ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചത് മാഷിന് ചോദിക്കും. മാഷിന് സംശയം എന്താണ് കുട്ടിക്ക് സംശയം. മാഷിന് ചോദിച്ചു എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഭരണഘടന. അതെ, ഭരണഘടന ഉണ്ടായി. ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് സാറേ, ഈ കുട്ടി സാറിന്റെ ചോദിക്കണം, മാഷിന്റെ ചോദിക്കണം. അത് സമത്വം. അങ്ങനെയാണെങ്കിൽ സമത്വം എല്ലാവർക്കും ഒരേ സമത്വം കിട്ടും. അങ്ങനെയാണെങ്കിൽ
മൂന്നാമത്തെ ചോദ്യം എന്നോട് ചോദിക്കാനുള്ള അവകാശം സാറേ എനിക്കില്ല, എനിക്ക് ആ സമയത്തൊന്നും തരാത്തില്ല. അപ്പോൾ മാഷ് പറഞ്ഞു ശരിയാണ്, നീ പറഞ്ഞതിനോട് യുക്തിയുണ്ട്, എന്നോട് ഞാൻ ചോദിക്കാം. അപ്പോൾ മാഷ് മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, ഒരു ആടിൻ്റെ വില 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്രയാണ് വില ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു സാറേ 5 ആടിനെ ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഞാൻ കൃത്യമായിട്ട് വരാം. അതിനകത്ത് യുക്തിയുണ്ടോ? ഒരു ആടിന് തൂക്കം പോലെയാണ് മറ്റാടിന് ഇല്ലേ? അപ്പോൾ വ്യത്യാസമില്ല. അപ്പോൾ സാറ് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ പല ആൾക്കാർ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ അവർ നമ്മൾ കാണുന്നത് ഇവരൊന്നും പഠിക്കുകയില്ല, ഒന്നും ചെയ്യും. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കണം, ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യണം ബാക്ക് ബെഞ്ചേഴ്സാണ്. അപ്പം കഴിയില്ലാന്ന് കാണിക്കും. ബിൽ ഗേറ്റ്സ് അറിയാം, ബിൽ ഗേറ്റ്സ് ഒക്കെ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, എൻ്റെ കൂടെ പഠിച്ച ഭയങ്കര സ്മാർട്ടായിട്ടും നല്ല മിടുക്കനായിട്ടും എല്ലാ ഉയർന്ന മാർക്കോട് പാസ്സായ പയ്യൻ ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാസത്തെ ശമ്പളം എന്ന് വെച്ചാൽ ഞാൻ കട്ടിച്ച് പോലെ പഠിച്ചു, കട്ടിച്ച് പാസ്സായ ആ പയ്യന്റെ ശമ്പളം 1.5 ലക്ഷം രൂപയുടെ ഒരു മാസ ശമ്പളം. അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ടായിട്ട് പഠിച്ചു. പക്ഷെ അവൻ ജോലി ചെയ്യണത് എന്റെ സ്ഥാപനത്തിലാണ്. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ആർക്കും കഴിവെന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. ആ കഴിവൊന്ന് പൊടിച്ചെടുത്താൽ പോളിഷ് എടുത്താൽ ആ കഴിവത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരാളാണ്. എനിക്ക് വലിയ എഴുതാനും വായിക്കണം എന്നൊരു കാര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം കണ്ട അത് വേണമെന്ന് ചിന്തിക്കും. നല്ല ആൾക്കാരുടെ, അതായത് പോസിറ്റീവായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളെടുത്ത് പോകണം, നെഗറ്റീവ് പറയുന്നത് പോലും. നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരില്ലേ ഒരിടത്തും പോലും. കാര്യം നമ്മളെല്ലാ ആൾക്കാരും നെഗറ്റീവിന് മാത്രം കിട്ടി കാശുണ്ടാക്കുന്ന ആൾക്കാരാണ്. ശരിയാണോ? നെഗറ്റീവാണ് പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്? നെഗറ്റീവാണ്. നിങ്ങൾ നോക്കിയോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കൊച്ചു എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആ കുട്ടി എല്ലാ വിഷയത്തിലും A+ വാങ്ങുന്നത് നല്ല കാര്യമാണോ മോശമാണ്? ആ നല്ല കാര്യം. അയൽക്കൂട്ടത്തിൽ 2 സ്ത്രീകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരി, എന്നാലും രാഘവന്റെ കൊച്ചുമണി അവർ എല്ലാ വിഷയത്തിലും A+. നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോഴാണ് അടുത്തത് നീ അറിഞ്ഞില്ലേ, അപ്പുറത്തെ രഘുവിന്റെ മോനെ കല്യാണം കഴിച്ചു പെണ്ണു കൊടുത്ത് കൊടുത്തു. അപ്പൊ ഈ A+ കിട്ടിയ കാര്യം കേട്ടു തന്നെ എപ്പോഴും പോയി എങ്ങനെ പോയി അതിനെ കിട്ടും. നെഗറ്റീവ് മാത്രം വിറ്റ് ചെയ്യുന്ന ആൾക്കാർ. പത്രക്കാര് നെഗറ്റീവ് വിൽക്കുന്ന ആൾക്കാർ. A+ വാങ്ങിച്ച കുട്ടിയുടെ ഫോട്ടോ 3ാമത്തെ പേജിൽ ഒരു ചെറിയ കോളം ഫോട്ടോ, വലിയ കോളത്തിൽ ഇത് കിട്ടാത്തതുകൊണ്ട് തൂങ്ങി വരച്ച കുട്ടിയുടെ ഫോട്ടോ വരച്ചിട്ട്. അപ്പൊ എല്ലാ ആൾക്കാരും നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവാണ് ആൾക്കാർക്ക് വേണ്ടത്. നമ്മൾ പക്ഷേ അത് പോകും. നമുക്ക് എന്ത് വേണം? പോസിറ്റീവ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണില്ലേ, മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ ആദ്യകാലത്ത് ഏത് ഫോണായിരുന്നു? ചെറിയ ഇപ്പൊ പല ആൾക്കാരിലുണ്ട് ഐഫോൺ മുതൽ റബ്ബർ ബാൻഡ് ഇട്ട ഫോൺ വരെ ഉണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പം ഈ ആദ്യകാലങ്ങളിൽ ഫോൺ വന്ന് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻകമിംഗ് കോൾ റിസീവ് ചെയ്യാം, ഔട്ട് ഗോയിങ് വിളിക്കാം, അത്യാവശ്യം SMS. അതിന് മുമ്പ് ഒരു സാധനമുണ്ട്, പേജർ എന്നൊരു സാധനമാണ് അല്ലേ? പേജർ. അപ്പൊ ഈ പേജർ വന്നതിന് ശേഷം വന്നിട്ടാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ കോളിന് ചാർജ്, ഇൻകമിംഗ് കോൾ ചാർജ് വരും അല്ലെ? അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരില്ലേ ഫോൺ ഇല്ലാതെ. ഇപ്പൊ എല്ലാ ആൾക്കാരില്ലേ ഫോൺ. ഫോണിന്റെ ടെക്നോളജി മാറി. ഇപ്പൊ എന്ത് ഫോണായി? ഐഫോൺ എന്നല്ല, ഈ ഇപ്പൊ എന്ത് ടെക്നോളജിയുള്ള ഫോണാണ്? എല്ലാം സ്മാർട്ട് യുഗത്തിലല്ലേ? സ്മാർട്ട് വാച്ചായി, സ്മാർട്ട് ഫോണായി, എല്ലാം സ്മാർട്ടായി. നമ്മൾ മാത്രം സ്മാർട്ടായി. അതെപ്പോഴാവും? അപ്പൊ സ്മാർട്ട് ഫോൺ വന്നപ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം കമ്പ്യൂട്ടറാണ്. എല്ലാ സാധനവും കമ്പ്യൂട്ടർ വെച്ച് തുടങ്ങി അല്ലേ? അതായത് പിന്നെ നമ്മൾ പണ്ട് ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്നതായിരുന്നു, തയ്യൽ തൊഴിലാളികൾ. ഇന്ന് തയ്യലുണ്ടോ? അതെല്ലാം റെഡിമെയ്ഡ് സെന്ററിൽ കമ്പ്യൂട്ടറിൽ കട്ട് ചെയ്യുന്ന രീതിയിലോട്ട് മാറി. ശരിയല്ലേ? നമ്മൾ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞൊരു വേക്കൻസി ഉണ്ടായിരുന്നു, ഒരു തസ്തിക ഉണ്ടായിരുന്നു ഗവൺമെന്റ്. ഇപ്പൊ ഉണ്ടോ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരുമ്പോൾ ആദ്യം കൂടെ എവിടെയായിരിക്കും? ടൈപ്പ് പഠിക്കാനാണ് പോകണം. ശരിയല്ലേ? ഇപ്പൊ ടൈപ്പിസ്റ്റ് ഇല്ല, ആ തസ്തികയില്ല. ആ സാധനം ആര് കൊണ്ടുപോയി? കമ്പ്യൂട്ടർ കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെ വന്നപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഒരു മിനി കമ്പ്യൂട്ടർ ആണോ അല്ലയോ? ഇന്ന് സമയം നോക്കാൻ വാച്ച് വേണം, മൊബൈൽ ഫോൺ മതിയോ? കണക്കൂട്ടാൻ കാൽക്കുലേറ്റർ വേണം, മൊബൈൽ ഫോൺ മതിയോ? എല്ലാ കാര്യങ്ങളും, ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒന്ന് കോൾ ചെയ്യാൻ, 2 ഈ സാധനം എടുക്കണം. ശരിയാണോ? ശരിയല്ലേ? നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന രീതി പണ്ട് കാലങ്ങളിൽ എങ്ങനെ ഫോട്ടോ എടുക്കും? പണ്ട് കാലങ്ങളിൽ എങ്ങനെ ഫോട്ടോ എടുക്കും? പണ്ട് കാലത്ത് സാധാ മാനുവൽ ക്യാമറയാണ്. ക്യാമറയ്ക്കകത്ത് ഫിലിമാണ്. നമ്മൾ കൊടാക്കുന്ന ഫിലിം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പേര് അല്ലേ? അതിന്റെ കാര്യം പറയാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ ഈ ഫിലിം വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കറക്റ്റായിട്ട് ലോഡ് ചെയ്യണം. കറക്റ്റായിട്ട് ലോഡ് ചെയ്താൽ 38 സ്നാപ്പ് കിട്ടും.
കിട്ടില്ല സാർ? അതെ. ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ 36, 35 ഒക്കെ ആയിപ്പോ. അപ്പൊ കറക്റ്റായിട്ട് ലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരെ ഫോട്ടോ എടുക്കും. അതിനകത്ത് ഇപ്പം ഫോക്കസ് ചെയ്ത് മറ്റേ ഓട്ടോ ഫോക്കസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം. ഈ ഫോട്ടോയിൽ കറക്റ്റ് എല്ലാ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഫിലിമിനെ റീവൈൻഡ് ചെയ്യും. ഇപ്പൊ അതിന് ഓട്ടോ റിവൈൻഡ് ഒക്കെ വന്നു, ക്യാമറയിൽ ഓട്ടോ റിവൈൻഡ് ഒക്കെ വന്നു. അങ്ങനെ റിവൈൻഡ് ചെയ്തതിനു ശേഷം ഇതിന് കറക്റ്റ് ആയിട്ട് റിവൈൻഡ് ചെയ്ത് ഒരു ബ്ലാക്ക് ടിന്നിനകത്ത് ഇത് സാധനം എടുക്കും. ഇട്ടിട്ട് നമ്മൾ നേരെ എവിടെ കൊണ്ടുപോകും? എവിടെ കൊണ്ടുപോകും? സ്റ്റുഡിയോ കൊണ്ടുപോയി അവര് ഡാർക്ക് റൂമിൽ വെച്ചാണ് ഇതിനെ പൊളിക്കുന്നത്. ഇല്ലെങ്കിൽ എക്സ്പോസ് ആയി ആ ഡാർക്ക് റൂമിൽ വെച്ച് പൊളിച്ചതിന് ശേഷം ഇത് നെഗറ്റീവാണ് അല്ലേ? ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഒറ്റ നെഗറ്റീവ് ആണ്. ഇതിന് എത്ര പോസിറ്റീവ് ഉണ്ട്? എത്ര വേണോ എടുക്കും അല്ലേ? ശരിയല്ലേ? അതായത് ഒരു റോളിൽ 38 സ്നാപ്പ് എടുത്താൽ 38 നെഗറ്റീവ് ഇല്ലേ? 38 ഫോട്ടോയുടെ നെഗറ്റീവ് ഇല്ലേ? ഇതിന് എത്ര ഫോട്ടോ 3800 കോപ്പി എടുത്തൂടെ? അപ്പൊ ഒരു നെഗറ്റീവിന് എത്ര പോസിറ്റീവ് ഉണ്ടാകും? അപ്പൊ നെഗറ്റീവ് വേണം, പോസിറ്റീവ് അറിയണമെങ്കിൽ നെഗറ്റീവ് വേണം. എന്നാലും നമ്മള് ബിസിനസ് പറയുമ്പോൾ നെഗറ്റീവ് കേട്ടാൽ നമുക്ക് അവരെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ബിസിനസ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവ് പറയുന്ന സ്ഥലങ്ങളിൽ പോയി നിൽക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ആകും. ക്ലിയർ ആയോ? ഇതാണ് ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ പറഞ്ഞ് ഈ പ്ലാനിൽ കൂടെ പറയാൻ പറ്റുന്ന ഒരു സംശയമുണ്ട്. രണ്ടും കൂടെ തീരും. കാര്യം ഇനിയാണ് ഞാൻ ഇത്രയും പറയുന്നതെന്ന് പറഞ്ഞ കാര്യം. ഇനി പറയുന്നതാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിലൂടെ ഈ പ്ലാനും കൂടെ പറയാൻ പറ്റുള്ളൂ വേണം, ഇല്ലെങ്കിൽ ഒരു സ്റ്റേ ചെയ്യും. സത്യമായിട്ട് അത്രയുണ്ട്. പ്ലാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഓക്സിമറായി എടുക്കുന്ന കാര്യം നമ്മൾ ഇത് പറഞ്ഞേക്കാം. ഇതിനകത്ത് സോപ്പും വേസ്റ്റും ഓയിലൊക്കെ എടുത്ത ആളുകളുണ്ട്. അത് വേണം കാര്യം. അപ്പൊ ഞാൻ ഇതിപ്പോ ശരി പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, എന്താണ് അവക്സ്യ ഗോവനാണ് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ഓഫീസ് കാര്യങ്ങളാണ് എന്തിന് നമ്മൾ അവക്സ്യ ഗോവ ചെയ്യണമെന്ന കാര്യം ഇത്രയും പറഞ്ഞു. ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്നൊരു കാര്യമാണല്ലോ. അപ്പൊ അത് നമ്മളിപ്പോ പറയുന്നത് ശ്രദ്ധിക്കാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞുതരാം. നമ്മുടെ പ്രോഡക്റ്റിന്റെ കാര്യം വേണ്ടി പറയാം. പ്രോഡക്റ്റിന്റെ പാക്കേജ് നമ്മൾ ഒരു ഓപ്ഷണറായിട്ട് ഉണ്ടാകുന്നത് എത്രയാണ്? 2750 രൂപയുടെ ഓപ്ഷണറാണ്. നമുക്ക് എത്ര രൂപ കിട്ടും? 2500 രൂപ. സാറേ ഒന്ന് ശ്രദ്ധിച്ചോണേ. 2000 രൂപ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും? 250 രൂപ ലാഭം. എത്ര പി വി ആണ്? 10 പി വി. ഇനി നമുക്ക് 3 പ്രോഡക്റ്റ് അടങ്ങിയ ഒരു പാക്കേജ് ഉണ്ട്. 8250 രൂപ എംആർപി കൊടുക്കേണ്ടത്. രണ്ട് പ്രോഡക്റ്റിന്റെ 2500 രൂപ 5000 രൂപ കൊടുത്താൽ മതി. അപ്പൊ എത്ര രൂപ നമുക്ക് കിട്ടും? 3250 രൂപ ലാഭം. എത്ര പി വി ആണ്? 20 പി വി. നിങ്ങൾ എഴുതിക്കോണേ. ഇനി ഇതേ പ്രോഡക്റ്റ് 10 അടങ്ങിയ ഒരു പാക്കേജ് ഉണ്ട്. 10 വില 2750 രൂപ വാങ്ങി 27500 രൂപ എംആർപി വരും. നമ്മൾ കൊടുക്കേണ്ടത് 2500 വെച്ച് 6 പ്രോഡക്റ്റിന്റെ 15000 കൊടുത്താൽ മതി. 15000 കൊടുത്താൽ മതി. ഇതിന് നമുക്ക് 12500 രൂപ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് റീറ്റെയിൽ പ്രോഡക്റ്റ് ലാഭം കിട്ടും. 50 പി വി ആണ് കിട്ടുന്നത്. 50 കിലോ അടിയാക്കി. ഇതേ പാക്കേജ് 15 അടങ്ങിയ ഒരു പാക്കേജ് ഉണ്ട്. അത് ഓപ്ഷണറായാണ്. 41250 രൂപ എംആർപി വരും. നമ്മൾ കൊടുക്കേണ്ടത് 2500 വെച്ച് 10 പ്രോഡക്റ്റിന്റെ 25000 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 16250 രൂപ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങി ലാഭം കിട്ടും. 100 പി വിയിൽ ഐ ഡി ആക്ടിവേഷൻ ആവും. ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്. നമുക്ക് കിട്ടുന്നു ഏതാണെന്ന് വെച്ചാൽ 6 ഓക്സിമറായി 6 വെളറ്റ 3 ഹെർലസ 1 എക്സ്വിവോർ 1 മാട്രസ്. ഇത്രയും സാധനത്തിന്റെ ഇവിടെ വില എന്നുള്ളത് 42050 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് കിട്ടുന്നത് 30000 കിട്ടും. ഇനി ഇത് കൂടാതെ നിങ്ങൾ ഇത്ര എഴുതി ഞാൻ പറയാം. $2700 ഒരു പ്രോഡക്റ്റ് വില. നമുക്ക് എംആർപി എന്നത് 2700 2500 കിട്ടി. 250 റിട്ടേൺ പ്രോഫിറ്റ് കിട്ടും. 10 പി ആണ്. 3 പ്രോഡക്റ്റ് പാക്കേജ് 8250 രൂപ 5000 കിട്ടും. 3000 രൂപ റിട്ടേൺ പ്രോഫിറ്റ് കിട്ടും. 20 ആക്ടിവേഷൻ ആവും. 10 27500 രൂപ പാക്കേജാണ്. 12500 ലാഭം കിട്ടും. 50 രൂപയാണ്.
41,250 25,000 കൊടുത്താൽ മതി. 16,250 റീറ്റെയിൽ പ്രോഫിറ്റ് 100 രൂപയാണ്. ഇനി ഒരു പാക്കേജ് ഉണ്ട് 42,050 വരുന്ന 6 ഓപ്ഷനുകളായി 6 മടച്ച 3 ജനറസർ, ഒരു എക്സ്പീവർ, ഒരു മാട്രസ് സെറ്റ് എല്ലാം കൂടെ 42,050 MRP കൊടുത്താൽ 30,000 കൊടുത്താൽ മതി. ഇതെടുത്താൽ ഒരാൾക്ക് ഒരു 1.5 ലക്ഷം രൂപ 100 രൂപ തന്നെയാണ്. ബെഡ് മാറ്റി മാട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോ മാഗ്നറ്റിക് മാട്രസിന് ഇത്രയും തരമാണ്, ഇത്രയേ ഉള്ളൂ സാധനം. അതിനുള്ള ബ്രേസ്ലെറ്റ് കിട്ടും, ഒരു ബോട്ടൽ പാഡ് കിട്ടും, ഒരു പില്ലോ പാഡ് കിട്ടും. ഇത്രയും സാധനമാണ് നമുക്ക് ഒരു മാട്രസ് സെറ്റിനകത്ത് വരുന്നത്. അതും ഒരു എക്സ്ട്രീവർ, 3 ഹെഡ്രസ്, 6 മടച്ച 6 ബോക്സുകളാണ്. ഇനി ഇതിനകത്തുള്ള വിലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, വേറെ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പാക്കേജ്. ഇനി സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ, ഷാമ്പു, സാനിറ്ററി നാപ്കിൻ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. വാങ്ങിക്കുമ്പോൾ ഈ പി വരണം, ഏതാണ് 10 PV, 20 PV, 50 PV, 100 PV വരണം. എന്തായാലും നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. ഇനി ഞാൻ ഇത് വാങ്ങിക്കട്ടെ, ഇത്രയാണ് ഇത് മൊത്തം 30 രൂപയാണ്. സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറയാം. സാറേ ഇതിനകത്ത് വന്നു, സാറ് ചോദിച്ച ചോദ്യം അല്ല സാറേ നോക്കി. സാറ് ഒരാൾ വരുമ്പോൾ എത്ര PV എടുക്കുമ്പോൾ സാറ് ചോദിച്ചില്ലേ? സാറ് ഒരാൾ 10 PV എടുത്താൽ സാറിന് അയാൾക്ക് കിട്ടുന്ന വരുമാനം ഒരു ദിവസം 3,000 രൂപ വരെ കിട്ടും. 10 PV എടുത്താൽ അയാൾക്ക് എത്ര PV ലെഫ്റ്റ് റൈറ്റ് വന്നാലും അയാൾക്ക് ഒരു ദിവസം കണക്ക് കൊടുക്കുന്നത് 3,000 രൂപ കൊടുക്കും. സാറിന്റെ കയ്യിൽ 10 PV ആക്ടിവേറ്റ് ചെയ്തത്. ക്ലിയർ ആയോ സാർ? ഇനി 10 PV എന്താണ് സാർ കിട്ടുന്നത്? ഒരു റേറ്റ കിട്ടാം, ഒരു ഓപ്ഷണറായി കിട്ടാം. വിലയിൽ വ്യത്യാസം. ഏറ്റവും മിനിമം വില എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് 2,500 രൂപ. ക്ലിയർ? ഇത് സാറ് 20 PV എടുത്താൽ, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, 20 PV എടുത്താൽ ഒരു ദിവസം 7,500 വരെ വരുമാനം കിട്ടും. സാറിന്റെ ലെഫ്റ്റിൽ ഒരു 1000 PV ആണെന്നു, റൈറ്റിൽ 1000 PV ആണെന്നു, കിട്ടേണ്ടത് 30,000 കൊടുത്താൽ പകരം 7,500. ക്ലിയർ ആയോ? അല്ലെങ്കിൽ മനസ്സിലായോ? അതായത് നമ്മുടെ ഐ ഡി 10 PV ആണ്. നമുക്ക് നമ്മുടെ ലെഫ്റ്റും റൈറ്റുമായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ബിസിനസ് കൊടുക്കും. അന്ന് 500 PV ലെഫ്റ്റിൽ വന്നു, 500 PV റൈറ്റിൽ വന്നു. നമുക്ക് തരും. ഓ എന്തുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 10 PV വന്നു കേട്ടോ. ഇത് അനകയാണ്. അനകയുടെ ഈ സൈഡിൽ 100 PV ഇവിടെ, സോറി 500 PV ഇവിടെ വന്നു, 500 PV ഇവിടെ വന്നു. 500 PV മാച്ച് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 500 PV മാച്ച് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 15,000 കിട്ടും അല്ലേ? പക്ഷെ അനകയുടെ ഐഡിയ എത്രയാണ്? 10 PV. 15,000 തരാണ് 3,000 തരും. ബാക്കി ആരും കമ്പനി ഒന്നും ഇത്രയും പറ്റിക്കുവാറായിട്ടുണ്ട് ഇത് പറയുന്നത്. നമ്മുടെ ഐഡിയ എത്രയായിരിക്കും? ഗ്ലോബൽ ഐഡിയ എന്നാണ്. ഇനി 20 PV ആണ് അനകയുടെ ഐഡി. അന്ന് വന്നത് 500 PV 500 കിട്ടുന്നു. 500 PV 500 വന്നു അല്ലേ? അപ്പൊ അനക കിട്ടേണ്ട 15,000 കിട്ടും. എത്ര കിട്ടും? 7,500 കിട്ടും. അനക എടുത്തത് 50 PV പാക്കേജ്. എന്നിട്ട് ഈ പാക്കേജ് ഇതാണ്. ഈ 50 PV പാക്കേജ് എടുത്താൽ അനക്ക് അന്ന് വന്നത് 500 PV മാച്ച് ചെയ്താൽ ആ 500 PV 15,000 കിട്ടും. കാരണം 50 PV ഐഡിയാണ്. ഇനി അനക എടുത്തത് സോറി 100 PV ഐഡിയ ആണെങ്കിൽ ഒരു ദിവസം ഇവിടെ 1000 PV ലെഫ്റ്റും 1000 PV റൈറ്റും മാച്ച് ആവുന്നതിന്റെ 30,000 കിട്ടും. ക്ലിയർ ആയോ? നമ്മൾ എടുക്കുന്ന പാക്കേജ് നമ്മുടെ സീലിംഗ് എമൗണ്ട് ആയിട്ട് ബന്ധപ്പെടുന്നത് മനസ്സിലായി? സാർ ചോദിച്ചില്ലേ എത്ര രൂപയുടെ പാക്കേജ് ഞാൻ എടുക്കുന്നത് ചോദിച്ചില്ലേ? എടുക്കേണ്ടത് ഇതിന് എടുക്കും സാറേ 41,900 25,000. അതായത് 100 PV തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 42,050 വില വരുന്ന പ്രോഡക്റ്റ് എടുക്കണം. അത് 30,000 കൊടുത്താൽ സാറിന് ഒരു 1.5 ലക്ഷം കൊടുക്കും. 10 PVയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ തന്നെ പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 10 PV ആണ്. 2,850 2,200 കിട്ടും. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയ ലാഭം സാർ 2,200 പ്രോഡക്റ്റ് വാങ്ങിച്ചു. സാർ വേറെ കിറ്റ് പറ്റായിട്ട് 2,750 അമ്മയ്ക്ക് കൊടുക്കും. സാർ ലാഭത്തിനായിട്ടും 250. ക്ലിയറായി സാർ? സാർ മനസ്സിലായോ? സംശയമുള്ള ചോയ്സ്. ഇനി സാറ് 3 പ്രോഡക്റ്റ് ഒരുമിച്ച് വാങ്ങിച്ചാൽ അത് കോംബോ എന്ന് പറയും. കോംബോയുടെ 3 പ്രോഡക്റ്റ് MRP എന്ന് പറഞ്ഞാൽ 8,250 MRP. നമ്മൾ കൊടുക്കേണ്ട സാർ 5,000 കൊടുക്കണം. ഈ 3 പ്രോഡക്റ്റ് 3 പേർക്കായിട്ട് കൊടുത്തു. വിറ്റാൽ സാർ എടുക്കുന്നത് 3,250 ലാഭം. അതായത് 2,750 വെച്ച് 3 കൊടുത്താൽ സാറിന് 3,250 ലാഭം കിട്ടും. അതിന് 20 PV ആണ് കിട്ടുന്നത് സാർ.
ക്ലിയർ ആയി? സാർ ഒരു ഐഡിയ എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പാക്കേജ് വേണം. അത് വാങ്ങിച്ചത് 20 PV 5000 രൂപ വാങ്ങിച്ചാൽ സാറിന്റെ ID 20 PV ആക്ടിവേറ്റ് ചെയ്തു. ക്ലിയർ ആയി സാർ? അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് സാറിന്റെ ID 20 PV. സാറിന്റെ ആ ദിവസം 500 PV ബിസിനസ് ലെഫ്റ്റ് റൈറ്റ് ഉണ്ടോ? മാച്ച് ചെയ്താൽ കിട്ടേണ്ടത് 15000 കിട്ടേണ്ടത് പകരം സാർ 20 PV ആണ് 7500 രൂപ കിട്ടും. കൺഫ്യൂഷൻ ആണ് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാക്കണം. സാർ ഒരു ഡൗട്ട് ഉണ്ട്. 2750 കൊടുത്ത അവിടെ നമ്മൾ കമ്പനി ജോയിൻ ആവില്ലല്ലോ. 2750 കൊടുത്താൽ 2750 പാർട്ടിക്ക് കൊടുത്തു. ആ പാർട്ടിക്ക് നമ്മൾ 2750 ഒരാൾ ജോയിൻ ചെയ്യാം. ബെനിഫിറ്റില്ല സാർ. 2750 നമുക്ക് ജോയിൻ ആവില്ലല്ലോ. 2750 കൊടുത്ത് ജോയിൻ ചെയ്യാം. 2500 10 PV ഒരാൾക്ക് ജോയിൻ ചെയ്യാം. 10 PV 2500 2750 വരെയുള്ള സാധനം 2500 3000. അങ്ങനെ ഒരാൾ ജോയിൻ ചെയ്യാം, 10 PV ജോയിൻ ചെയ്യാം. പക്ഷെ അതിന് ബെനിഫിറ്റ് ഇല്ല. അല്ല സാർ, അത് ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന് ഇപ്പൊ 2750 നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് 250 രൂപ. നമ്മൾ 2750 ഒരാൾക്ക് കൊടുത്ത 2500 ജോയിൻ അടിക്കുന്നത്. നമ്മൾ ജോയിൻ അടിക്കുന്നല്ല 2500 2500 കമ്പനിയുടെ റേറ്റ് ജോയിൻ അടിക്കാൻ പറ്റില്ല. ആർക്കും പറയുന്ന കാര്യം 2500 കൊടുത്ത് ജോയിൻ എടുത്താൽ ഒരു 2500 ഇടണം. അത് അയാൾക്ക് 7500 ഒരു സീലിംഗ് കിട്ടാനുള്ള ചാൻസ് കിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് 1 ലക്ഷം രൂപയ്ക്ക് എത്ര വർഷങ്ങളായി 60 സാറേ, അതിലൊരു കാര്യം കൂടി, ഈ 10 PV 2500 ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം ക്ലോസിംഗ് എമൗണ്ട് 3000 രൂപയാണ്. അപ്പൊ നിങ്ങളുടെ താഴെ 1000 PV റൈറ്റും ലെഫ്റ്റും വന്നു കഴിഞ്ഞാൽ 30,000 രൂപ. ഞാൻ ചോദിച്ച ആൻസറല്ല. ചോദിച്ചു നമ്മളിപ്പോ 2000 റേറ്റ് പ്രൊഡക്റ്റ് പറയുന്നത്. അടിക്കുന്നത് അപ്പൊ ഓൾറെഡി കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറല്ലേ? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ 2500 കൊടുക്കണം. അതായത് സാർ ഇത് ഞാൻ വാങ്ങിക്കട്ടെ, ഇത് മാത്രമല്ല സാറേ ഈ പ്ലാൻ അറിയാമെങ്കിൽ നമുക്ക് രണ്ടാമത് വരുന്നുണ്ട്. അതായത് ഒന്ന് റീറ്റെയിൽ ബോണസ് ആണ്, രണ്ടത് നമ്മുടെ ഈ മാച്ചിങ് ബോണസ് ആണ്, ഡെയിലി മാച്ചിങ് ബോണസ് ആണ്, മൂന്നാമത്തത് റാങ്ക്, നാലാമത്തത് അതെ സ്മാർട്ട് ഗെയിനമാണ്. സാർ ശ്രദ്ധിച്ച് കേട്ടോ, എന്തിനാണ് ഇത് പറയുന്നത് കാര്യം ചോദിച്ചു. ഒന്ന് 10 PV എടുത്ത് അയാൾക്ക് 3000 വരെ കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ സാറിന് 10 PV എടുത്ത ഒരാൾ വന്നു, അയാൾ എടുത്തത് 10 PV 2000. ഇയാൾ 25 ആൾക്കാർ ഇവിടെ 25 ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നു. എത്ര കാലം കൊണ്ട് കൊണ്ടു സാറേ? 2005 വെച്ച് 25 ആൾക്കാർ ഇവിടെ വന്നു. അപ്പൊ 250 PV, ഈ 250 PV എത്ര കാലം സാറേ? 250 PV ആവും. മനസ്സിലാക്കില്ല, ഞാൻ സാറിന് പറഞ്ഞെങ്കിൽ എല്ലാവരും കൂടി മനസ്സിലാക്കി. 250 PV വെച്ചിട്ട് 10 PVയുടെ 25 ആൾക്കാർ ലെഫ്റ്റും 25 ആൾക്കാരും ഇവിടെയും വന്നു. ഇത് മാൻ പവർ കിട്ടും. പക്ഷെ ഈ ആൾ 250 PV ഈ ആൾ എത്ര ദിവസം കിട്ടും? ഒന്നാമത് ഇയാൾ ഒരു ദിവസം ഒരാളെ കണ്ടു. അങ്ങനെ 50 ദിവസം കൊണ്ട് ഇയാളാണ് 50 ദിവസം കൊണ്ട് എന്തായി? സാറേ ഞാൻ നാലാമത്തെ വരുമാനം സ്മാർട്ട് ഗെയിൻ അവാർഡ് 15 ദിവസം കൊണ്ട് 1000 പോകും. ഇങ്ങനെ പോയാൽ 7 വർഷത്തിലാവും. സ്മാർട്ട് ഗെയിൻ അവാർഡും അർഹത കിട്ടുന്നവർ വാങ്ങിക്കാനുള്ള അർഹതയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മളെന്ത് ചെയ്യണം? ഒരിക്കലും ഒരാൾ 10 PV ജോയിൻ ചെയ്താൽ അയാൾ കൊണ്ടുവരുന്ന സർവ്വത്ര ആൾക്കാർ 10 PV. നിങ്ങൾ എത്ര കാലം ചെയ്യും? പിടിക്കണം 100 PV പിടിക്കണം. അത് നമ്മൾ കോൺഫിഡൻസ് നമ്മൾ പിടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് നമ്മളൊരു അവസരം കൊടുക്കുമ്പോൾ അവരോട് ആദ്യം പറയണം, നിന്റെ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ തന്നെ പറയണം, നിന്റെ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കയ്യിലും പൈസ ഇല്ലാതെ, പക്ഷെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് സത്യത്തിൽ ഞാൻ പറയാം. എൻ്റെ വൈഫിൻ്റെ മാല ഒരു പണയം വെച്ചുകൊണ്ട് എനിക്കിപ്പം 30,000 വെച്ച് കിട്ടും. അന്ന് ഞാൻ 30,000 പണയം വയ്ക്കാൻ മടിച്ചത് എനിക്ക് കിട്ടുമോ? 40 ലക്ഷം രൂപ. എൻ്റെ ഭാര്യ മക്കളെ കൊണ്ട് മലേഷ്യയിൽ പോകാൻ പറ്റും, ദുബൈയിൽ പോകാൻ പറ്റും. ആ 30,000 അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ സാറേ പറയണം, സാറേ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താനാണ് വന്നത്. പക്ഷേ രക്ഷപ്പെടുത്തുന്നില്ല, ഇട്ടിട്ട് പോകും. നിങ്ങൾ പേടിക്കണ്ടോ? നിങ്ങളുടെ അമ്മയും നിങ്ങൾ എന്തെങ്കിലും അവർ നോക്കിയത്. അപ്പൊ ധൈര്യം കൊടുക്കണം. നിങ്ങൾ ഇത്രയും പേരെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങളെ സഹായിക്കാൻ ലീഡേഴ്സ് ഉള്ളവരുടെ കൊണ്ടുവന്നു. ധൈര്യമായിട്ട് 100 PV വേണം. അപ്പൊ അതുപോലെ എൻ്റെ ഒരു ചേച്ചി പൈസ തരാം, അല്ലെങ്കിൽ സാറേ പൈസ എന്ന് പറഞ്ഞാൽ പൈസ ഞാനില്ലാത്ത ആളാണ്. കൊടുക്കണം കോൺഫിഡൻസ്. നെഞ്ചിലടിച്ച് പറയണം. നെഞ്ചിലടിക്കുമ്പോൾ നോക്കണം, അവരവൻ്റെ നെഞ്ചാണ് കൊടുക്കുന്നത്.
ക്ലിയർ? അപ്പൊ ഇത് പറയണ്ടത് ഒരു 10 വീൽ എടുക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരാൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്, അയാൾ ചെയ്യും. പക്ഷെ അയാൾ പൈസ നിവൃത്തിയില്ല. 10 വീൽ എടുക്കും. ഞാൻ ചോദിച്ചതല്ല സാറേ, ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ ഈ കമ്പനി ജോയിനിങ് അടിക്കുമ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ 2500 ജോയിനിങ് അടിക്കുന്നത് അതല്ല ഞാൻ ചോദിച്ചാൽ ക്ലിയർ ആയില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ജോയിനിങ് അടിക്കാൻ 2500 ജോയിനിങ് അടിക്കുന്നു. അപ്പൊ നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ് 2750. 2750 ഒരു വ്യക്തിയെ കൊടുത്തും ജോയിനിങ് അടിക്കാൻ പറ്റുന്നില്ലോ. അങ്ങനെ ഒരാൾ എൻട്രി വെച്ചാലേക്ക് 2500 വാങ്ങിക്കാൻ പാടില്ല സാർ. ഇത് 2500 അടിക്കണം. ആ ബില്ല് അവർ ആവശ്യപ്പെട്ട കൊടുക്കണ്ടേ? അപ്പൊ 2500 ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നില്ല. കാരണം അയാള് ഞാൻ പറഞ്ഞു സാറേ, ഞാൻ സാറ് എന്നെ കൊണ്ട് പുതിയതായിട്ട് ബിസിനസ് കൊണ്ടുപോകും. എൻ്റെ ഒരു പൈസ. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് 2750 വെച്ച് ഞാൻ തരാം. അപ്പം പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യണമെങ്കിൽ 2500 തന്നാൽ എനിക്ക് പ്രോഡക്റ്റ് മാത്രം മതിയെങ്കിൽ 2500. ഞാൻ 2500 സാറിന് പ്രോഡക്റ്റ് വാങ്ങി എൻ്റെ ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബില്ല് വരും. ബില്ലിനകത്ത് 2500 കാണിക്കുള്ളൂ. അങ്ങനെ മാറ്റിയ സാധനങ്ങളായി അല്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ പറഞ്ഞ കാര്യം മനസ്സിലായി. 2500 ഒരാൾക്ക് എൻട്രി വയ്ക്കാം. അത് 2000 വാങ്ങിക്കുന്ന കാര്യം 2500 മാറ്റാൽ മതി. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് വല്ലാതെ പറഞ്ഞു. റീറ്റെയിൽ പ്രോഫിറ്റ് വെച്ച് നമ്മൾ ഈ റീറ്റെയിൽ പ്രോഫിറ്റ് പറഞ്ഞാൽ ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസ് ആണ് നമ്മൾ മറ്റുള്ളവരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ് ശരിക്കും നമുക്ക് വല്ല കാരണം റീറ്റെയിൽ പ്രോഫിറ്റ് 2-3 കാര്യം. നിങ്ങൾ ഒരു ആള് ബിസിനസ്സിൽ സ്ട്രോങ് ആവാൻ എപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ ചോദിച്ചു, നിങ്ങൾ 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി 66 ബോക്സുകൾ ആക്കിയാൽ 1 മാസം കൊണ്ട് വിൽക്കുമല്ലെന്ന് ചോദിച്ചു. നിങ്ങൾ എല്ലാവരും വിൽക്കാം. കാരണം എന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയുടെ മുടക്ക് വരും. 10 PV അടുത്ത് വരുന്നതാണ് 2500 മുടക്ക് വരും. ഓണെങ്കിൽ കൊടുക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ 30,000 മുടക്കുള്ള ചൂട് കാണിക്കും. അപ്പൊ ഏത് വേണം? 30,000 മുടക്കണമെങ്കിൽ ബിസിനസ്സിന് എന്തിനായിട്ടുള്ളത് മുടക്കുള്ളൂ. അല്ലാതെ പൈസ മുടക്കണമെന്നില്ല. 30,000 കൊടുക്കുമ്പോൾ നഷ്ടമല്ല. 42,050 വില വരുന്ന പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി? ഇതിനകത്ത് പറഞ്ഞ പ്രോഡക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ അയാളുടെ കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുത്ത 30,000 കൊടുത്താണ് ഈ ജോയിൻ കമ്പനി ജോയിൻ ചെയ്തെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം. ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? അവർ നിങ്ങളുടെ ചോദിക്കും. നിങ്ങൾ 10 PV എടുത്തു ഒരു വാട്ട്സപ്പറായാലും അവർ വരും. ഇനി അവർ വന്നാൽ കൊണ്ടുവരുന്ന സർവത്ര ആൾക്കാർ 10 PV ഡ്യൂപ്ലിക്കേഷനാണ്. നെറ്റ്വർക്ക് ഡ്യൂപ്ലിക്കേഷനാണ്. ഞാൻ എന്ത് ചെയ്തോ അത് എന്നെ കൊണ്ടുവന്നു. സംശയമുണ്ടെങ്കിൽ നോക്ക്. ഞാൻ എൻ്റെ 17 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. അങ്ങനെ കാര്യം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ഡെവലപ്പിംഗ് 30 രൂപ ചെയ്യണം. നമ്മൾ ലോങ് ടൈം അതല്ല ഞാൻ പറഞ്ഞു. സാറ് കൊണ്ടുവന്ന് 25 ആൾക്കാർ 10 രൂപ വെച്ചു. സാറ് ഏത് കാലത്ത് സാറേ 15 ദിവസം കൊണ്ട് സ്മാർട്ട് ഗെയിൻ അടിക്കാൻ 2000 രൂപ കിട്ടാനുള്ള ചാൻസ് എടുക്കുമ്പോൾ നമ്മളെ കളയല്ലേ സാറേ? 100 PV ഒരാളുകളുണ്ട്. സാറ് വന്ന് 100 PV ജോയിൻ ചെയ്തു. കൊണ്ടുപോയി എല്ലാം 100,000. ഇവിടെ 3 പേര് 100 PV ഉണ്ട്. ഇവിടെ 3 പേര് 100 PV ഉണ്ട്. എത്ര PV സാർ? അതെനിക്ക് ക്ലിയർ. അത് ഇത്ര ഈ കാര്യം ഞാൻ ക്ലിയർ ആവാത്ത ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഈ റീറ്റെയിൽ പ്രോഫിറ്റ് പറയുന്നുണ്ടല്ലോ. ഒരു ഏണി ഞാൻ പറഞ്ഞുതരാം. ഒരു ഏണി എന്ന് പറഞ്ഞാൽ ഈ ഏണി ഇങ്ങനെ കമ്പ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാടിയത്. കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. ഇത് കയറാൻ കുറച്ചുകൂടി എളുപ്പമല്ല. എളുപ്പമല്ലേ സാർ? ഇത് നമുക്ക് സ്ട്രെയിൻ ഉണ്ടോ? ഇതുപോലെയാണ് 10 PV 100 PV. ഞാൻ കുറച്ചുകൂടെ സാറിന് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാണ്. ധരിച്ച് സാറേ സാറ് 100 PV എടുത്താൽ സാറ് കൊണ്ടുവരുന്നത് 100 PV അല്ലെങ്കിൽ 10 PV പറയും. നമ്മുടെ തിരുവനന്തപുരത്ത് 10 PV എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇല്ല. പറയുന്നത് 10 PV പ്രോഡക്റ്റ് ഇട്ട് എത്ര കാലം വിൽക്കുന്നത്? നമ്മൾ എത്ര ബിസിനസ് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കാൻ വന്നവരാണ്. പ്രോഡക്റ്റ് വിൽക്കേണ്ടതല്ല. സാറേ ഞാൻ PV-നെ പറ്റിയല്ല ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാൻ PV-നെ പറ്റി നമ്മൾ പറയുന്ന നമ്മൾ ഇത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയണ്ടല്ലോ. ഇപ്പൊ സാധനം മേടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ഈ ഇത്രയും പൈസക്ക് ഈ സാറ് പറഞ്ഞ ഈ എമൗണ്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോ ഒരു ബിസിനസ് ജോയിനിങ് വരില്ലല്ലോ. ബിസിനസ് ജോയിൻ ചെയ്യാൻ വല്ലാതെ ചെയ്യാൻ പറ്റും. 2,750 രൂപയുടെ ഒരു ഓക്സിമറായി എടുത്തിട്ട് നിങ്ങൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2,750 കൊടുക്കാം. പക്ഷെ ഐഡിയ അടിക്കുകയാണെങ്കിൽ 2,500 വരുള്ളൂ. 250ന്റെ കാര്യം പറയേണ്ട അപ്പൊ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഈ 1 ലക്ഷം സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബിസിനസ് തീരും. അത് മറുപടിയാണ് ഞാൻ പറയുന്നത്. സാർ എന്നെ ബിസിനസ് കൊണ്ടുവരും. അപ്പൊ എന്ത് പറഞ്ഞു വെച്ചാൽ 2,850 MR പറയേണ്ട കാര്യമില്ല. ഞാൻ ജോയിൻ ചെയ്യുന്നത് 2,500 മതി.
എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇത് പൈസ ഇല്ല. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് 2500 രൂപ വാങ്ങിച്ചു. സാറിനെ തന്നിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചു ഈ പ്രോഡക്റ്റ് ഉണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ഇദ്ദേഹം 2800 എനിക്ക് ഇതിലൊക്കെ ലാഭമുണ്ട്. അപ്പം പറയുന്നത് റീറ്റെയിൽ എന്താണെന്ന് ജോയിനിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്തോണ്ടല്ല ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ 1 ലക്ഷം സാധനത്തിൽ 86 ലാഭം കിട്ടാൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അങ്ങനെ കൊടുക്കുമ്പോൾ സാറ് അയാളെ ജോയിനിങ് അടിക്കരുത്. ബിസിനസ് ക്ലിയറായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് 86,000 ലാഭം കിട്ടുന്നതിന് വേണ്ടി ഇത്രയും ആൾക്കാർക്ക് പ്രോഡക്റ്റ് കൊടുത്തു, 60,000 കൊടുത്തു. സാർ 2,800 അവിടെ നമ്മൾ ബിസിനസ് ഞാൻ പറഞ്ഞത് കാര്യമാണ്. നമ്മൾ അത് ബിസിനസ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ നമ്മുടെ ബിസിനസ് ഇതാണ്. അപ്പൊ നമ്മൾ വീട്ടിലായിട്ട് മാറും. നമുക്കത് ഈ സാധനം തന്നെ 1 ലക്ഷം രൂപ വേറെ സാധനം വേറെ ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യം അത് നമ്മുടെ 1 ലക്ഷം രൂപയുടെ മുതൽ മുടക്കുള്ളത് കൊണ്ടാണ് നമ്മളെ ചെയ്യണം. ചെയ്യാത്തൊരു കാര്യം നമ്മളിത് മുതൽ മുടക്കിയില്ലായിരുന്നോ? സാറേ ഞാൻ ബിസിനസ് ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മള് മുതൽ മുടക്കാൻ പേരന്റ് ആയാലും മുതൽ മുടക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അത് വശീകരണമൊന്നുമില്ല. അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 5,000, 10,000, 15,000, 25,000 അതെനിക്ക് ഞാൻ 100 രൂപയുടെ പേയ്മാഡം 100 രൂപയുടെ പൊള്ളിയൊക്കെ സെയിമാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം ബിസിനസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ എടുത്തില്ല വേണം എടുപ്പിക്കാൻ 100 രൂപയുടെ എടുപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു ആ ഒരു ഡിസ്ട്രിക്ട് തന്നെയാണ് ഇത് ചെയ്യാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പോയിട്ട് റീറ്റെയിൽ നമ്മള് ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അവരെ ഓരോ കാര്യം കിട്ടുന്നത് കൊടുക്കാൻ. അപ്പൊ ഇത് കഴിച്ചാൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും പറയണമെങ്കിൽ ഒന്ന് ഒരു ബിസിനസ് ആംഗിളിൽ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെയിൽ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. സാർ ബിസിനസ് ആംഗിളിൽ പോകുമ്പോഴത്തേക്കും ആ അവരുടെ ബിസിനസ് പ്ലാൻ വേണം ഹൈലൈറ്റ് ചെയ്യാൻ. ഇത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലേ നമുക്ക് ബിസിനസ്സിൽ എൻട്രി ആക്കാൻ പറ്റും. ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ എന്താ ഗുണം കിട്ടുന്ന കാര്യം നമ്മൾ ബേസ് ആയിട്ട് കാര്യം വിഷയം. അത് സാർ ഒറ്റയ്ക്ക് പോകരുത്. ഈ പ്ലാൻ അറിയാവുന്ന ഒരാളുടെ സഹായം കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന അറിയാവുന്ന കൊണ്ടുപോകണം. തുടക്കത്തിൽ ഒറ്റയ്ക്ക് പോയി ആ ബിസിനസ് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരാളുടെ കൂടെ അത് ഞാൻ ഉച്ചയ്ക്കുള്ള ശേഷം വരുന്നുണ്ട്. പക്ഷേ ഈ പ്ലാനെല്ലാം കൂടെ പറഞ്ഞു തീരുന്നതാണ് സംശയം. പ്ലാനാണ് പഠിക്കണം. പഠിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടേ? അതാണ് വലിയ കാര്യം. ഞാൻ 3 കാര്യം പറഞ്ഞു. അവർക്സിയ ഗ്ലോബൽ എന്ത്, അവർക്സിയ ഗ്ലോബൽ എന്തിന്, അവർക്സിയ ഗ്ലോബൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പലർക്കും ബുദ്ധിമുട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോറിയെ പൊക്കിയാണ് ആ ജാക്കി വെച്ച് ജാക്കി പൊക്കാനുള്ള സിസ്റ്റം അറിയില്ല. ആ സിസ്റ്റം ആണെങ്കിൽ പറയാൻ പറ്റും. ഒരാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ കൂടെ ആൾക്കാർ വരണമെങ്കിൽ എങ്ങനെ ബിസിനസ്സിലോട്ട് വരണം, എങ്ങനെയാണ് അവരെ കൊണ്ടുവരേണ്ടത്, ആ വക കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റും. ഒരു 4 പോയിന്റുകളേ ഉള്ളൂ, അതുകൊണ്ട് എളുപ്പത്തിൽ പറയാം. നിങ്ങൾക്ക് ലഞ്ച് റെഡി ആയി പോകും അല്ലേ?